കാര്യങ്ങൾ നമ്മൾ ഈ മീറ്റിംഗ് തുടങ്ങി വെക്കുമ്പോൾ അഭിമുഖമായിട്ട് തന്നെ അമുഖമായിട്ട് പറയട്ടെ. ഇന്ററാക്റ്റീവ് ആയിട്ട് ഉള്ള ഒരു സെഷൻ ആണെങ്കിൽ നല്ലതായിരിക്കും. ചാറ്റ് ബോക്സ് കഴിവതും ഉപയോഗിക്കുക. നമ്മൾ എന്തായാലും ഒരു 100-ലധികം ആൾക്കാര് കുറഞ്ഞത് ഉള്ളത് കൊണ്ട് തന്നെ ഓരോരുത്തർക്ക് സംസാരിക്കാനുള്ള അവസരം ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, പരിമിതികൾ ഉണ്ടാവും. അതുകൊണ്ട് ചാറ്റ് ബോക്സ് ഉപയോഗിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യും. നമ്മുടെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് I+ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് നെറ്റ് കോച്ചിങ്ങിന്റെ മേഖലയിലുണ്ട്. അപ്പം അനേകായിരം വിദ്യാർത്ഥികളെ, ആയിരക്കണക്കിനെന്ന് തന്നെ പറയാം, നെറ്റിലേക്കും 100 കണക്കിന് പേരെ JRF-ലേക്കും ഒക്കെ എത്തിക്കാൻ അവരുടെ കൂടെ സഞ്ചരിക്കാൻ പറ്റി. അത് I+ന്റെ കൂടി ഒരു വിജയമായിട്ട് നമ്മൾ കരുതുകയാണ്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികളുടെ ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് പഠിച്ച പാഠങ്ങൾ, ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലൊക്കെ ഒരുപാട് എററുകൾ വരുത്തിയ വിദ്യാർത്ഥികളുണ്ട്, അത് റെക്ടിഫൈ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പം കോമൺ പിറ്റ്ഫോളുകൾ എന്തൊക്കെയാ, ആ തെറ്റുകൾ നിങ്ങൾ വരുത്താതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ സ്റ്റഡി സ്ട്രാറ്റജീസും. ഇനിയുള്ളൊരു 2 മാസത്തോളം സമയം, അല്ലെ, ഏകദേശം 2 മാസത്തിൽ താഴെ സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. 30 വരെ പരീക്ഷ ഉണ്ടെങ്കിൽ പോലും. അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് മേഘയ്ക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകാം. നമ്മൾ ആ സ്റ്റഡി സ്ട്രാറ്റജികൾ ഇനിയുള്ള 60 ദിവസം ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നിങ്ങനെയൊക്കെ പ്രാക്ടിക്കലായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-50 കുട്ടികളെ ഇന്റർവ്യൂ ചെയ്ത പരിചയം തന്നെ എനിക്കിപ്പോ ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിലായി. നിങ്ങളും I+ന്റെ ചാനലിൽ ഒരുപാട് സക്സസ് സ്റ്റോറികൾ കണ്ടിട്ടുണ്ടാവും. പലപ്പോഴും സക്സസ് സ്റ്റോറികൾക്കായിട്ട് കുട്ടികളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവര് പറയുന്ന ഒരു കാര്യമാണ്, ഈ സക്സസ് സ്റ്റോറി കണ്ടിട്ട് ഇങ്ങനെ ഒരു സീറ്റിൽ എനിക്ക് ഇരിക്കാൻ പറ്റും എന്ന് ഞാൻ എൻവിഷൻ ചെയ്തിട്ട്. നമുക്ക് വിജയങ്ങളെയൊക്കെ, സക്സസുകളെയൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാനും മുൻകൂട്ടി നമ്മുടെ മനസ്സിൽ കാണാനും പറ്റും. അത് വല്ലാത്തൊരു ഊർജ്ജമായിട്ടോ തരുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ആദ്യം ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നതിൽ തന്നെ കുറെ പേര് അടുത്ത സൈക്കിളിൽ നമ്മുടെ ഈ ജൂണിലെ വിജയികളുടെ ലിസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോഴേക്ക് നമുക്ക് റിസൾട്ട് വരും. ഓഗസ്റ്റ് സെപ്റ്റംബർ ആയിട്ട് തന്നെ നമ്മുടെ ഇന്റർവ്യൂകളൊക്കെ റിലീസ് ചെയ്യുന്നുണ്ടാവും. ആ യാത്രയിൽ നിങ്ങളൊക്കെ നേരിട്ട് കാണാം എന്നുള്ളൊരു എന്റെ വിഷനോട് കൂടിയാണ് ഞാൻ ഈ വെബിനാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കും ആ ഒരു വിശ്വാസവും ട്രസ്റ്റും നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉണ്ടാവണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ വിജയിക്കുക, അല്ലെ? നമ്മൾ തന്നെ നമുക്കെതിരെ നിന്ന് കഴിഞ്ഞാല് ആർക്കാ നമ്മളെ വിജയിപ്പിക്കാനാവുക? ഈ വിഷൻ കൊണ്ട് മാത്രം കാര്യം നടക്കും എന്നുള്ള ഫോൾസ് പോസിറ്റീവ് തിങ്കിങ് അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ അധ്വാനത്തോടൊപ്പം ആ വിശ്വാസം കൂടി ഉണ്ടായിരിക്കട്ടെ. ബേസിക് ആയിട്ട് ഡേറ്റുകളുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം, അല്ലെ? ഇതെല്ലാവരും കണ്ടിരുന്നു. ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. കുറെ പേര് ഇപ്പോഴേ തെറ്റും വരുത്തിയിട്ടുണ്ട്. ഇന്ന് എനിക്കൊരു മെസ്സേജ് കിട്ടി, NFOBC നോ കൊടുത്ത് ഞാൻ അപ്ലൈ ചെയ്തു സാറേ. ഇനി തിരുത്താൻ പറ്റുമോ എന്നാ ചോദ്യം. എന്തൊക്കെയാ തിരുത്താൻ പറ്റുന്ന ഫീൽഡുകളെന്ന് NTA ആണ് പറയുന്നത്. ആ ഒരു കറക്ഷൻ വിൻഡോ ഇനി എന്നാ വരുന്നത്? 9-ാം തീയതിയും 10-ാം തീയതിയായിട്ട് വരുന്നുണ്ട്. ആ സമയത്തെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. 9th-ഉം 10th-ഉം തീയതികളിലായിട്ടാണ് വരുന്നത്. അപ്പൊ ആ സമയത്ത് മാത്രമേ നമുക്ക് ഇനിയും ആ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റൂ. അപ്പൊ എന്താ ശരിയായിട്ടുള്ള വഴി? തെറ്റ് വരുത്തി തിരുത്തുന്നതിനെ പറ്റി ചിന്തിക്കലാണോ, അതോ തെറ്റ് വരുത്തില്ല എന്ന് തീരുമാനിക്കുന്നതാണോ നല്ലത്? ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ. എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് മിണ്ടിയേ. 120 പേരായി. എല്ലാവരും ഒക്കെ ഇവിടെ ഉണ്ടോ? അല്ലെ ഒരു തംസപ്പ് എങ്കിലും തന്നേ. ഞാൻ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനോട് സംസാരിക്കുമ്പോ അത് തന്നെ, അടിപൊളി, നോ മിസ്റ്റേക്സ്. തെറ്റ് വരുത്താതെ നോക്കുക, അല്ലെ? നമുക്ക് പ്രോസ്പെക്ടസ് തന്നിട്ടുണ്ട്, നമുക്ക് വായിക്കാൻ പറ്റും. നിങ്ങൾ സ്ട്രെസ്ഡ് ആയിട്ടോ ടെൻഷനുള്ള ഒരു സമയത്തോ ഒന്നും പോയി നോക്കുകയേ ചെയ്യരുത്. അപ്ലൈ ചെയ്യുന്ന 1-2 ദിവസം വൈകിക്കോട്ടെ. നിങ്ങൾക്ക് ഇത്തിരി സമാധാനമുള്ളപ്പം സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറോ ഒരു സുഹൃത്തോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആളെ കൂടി പിടിച്ച് അടുത്തിരുത്തുക. ഞാൻ ഈ I+ റൺ ചെയ്യുന്ന കാര്യത്തില് എന്റെ അടുത്ത സുഹൃത്തുക്കൾ തന്നെ എന്റെ പാർട്ട്നേഴ്സും. ഞാൻ എപ്പോഴും പറയും, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരുപാട് മണ്ടത്തരങ്ങള് ഇപ്പം ജ്യോതിഷും ഇതിനൊക്കെ ഈ മീറ്റിങ്ങിലും ഉണ്ട്. അപ്പം അവര് പറഞ്ഞതുകൊണ്ട്, അവര് തിരുത്തിയത് കൊണ്ട് മാത്രമേ I+ ഒക്കെ മുന്നോട്ട് പോകുന്നത്. അതുപോലെയാ നമ്മുടെ ലൈഫും നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സും ഒക്കെ. തനിയെ ഇരിക്കുമ്പം പറ്റാവുന്ന മണ്ടത്തരങ്ങൾ ഒഴിവാക്കാനാ I+ഉം നമ്മളും ഒക്കെ ഒരുമിച്ച് ഇപ്പൊ ഇരുന്ന് ചെയ്യുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴും ഫിസിക്കലായിട്ട് ഒരാൾ അടുത്തുണ്ടെങ്കിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് പ്രോസ്പെക്ടസ് മുഴുവനായിട്ടൊന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ആ രീതിയിൽ നമ്മളതൊന്ന് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ എററുകൾ മിനിമൈസ് ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും പറ്റിയാലും നിങ്ങൾ സ്ട്രെസ്ഡ് ഔട്ടായി സമയം കളയേണ്ട. ആ ഫീൽഡുകൾ എഡിറ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ചില ഫീൽഡുകൾ NTA മാറ്റാനായിട്ട് അനുവദിക്കില്ല. ഉദാഹരണം നമ്മുടെ നെയിം അല്ലെങ്കിൽ അച്ഛന്റെ അമ്മയുടെ നെയിമും കൂടെ തെറ്റിച്ചു കഴിഞ്ഞാൽ രണ്ടും കൂടി ചേഞ്ച് ചെയ്യുക, അങ്ങനത്തെ ചില സാധനങ്ങൾ റെസ്ട്രിക്ട് ചെയ്യും. അതുകൊണ്ട് ആ കാര്യം ഓർമ്മയിൽ വെക്കുക.
ഓക്കെ. എന്നാണ് സിറ്റി സെന്ററുകള്, സിറ്റി ഇൻഫർമേഷൻ സ്ലിപ്പ് വരുന്നതെന്നും അഡ്മിറ്റ് കാർഡ് വരുന്നതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരീക്ഷയുടെ ഡേറ്റ് പക്ഷെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 21 ജൂൺ തൊട്ട് 30 തീയതി വരെയാണ് പരീക്ഷ. ഒരു 10 ദിവസത്തെ കാലഘട്ടത്തിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ്. ഫീസിന്റെ കാര്യമൊക്കെ ഇവിടെ കാണാം. ഇനിയും അപ്ലിക്കേഷൻ വിൻഡോ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കിയേ, നമുക്കിതൊന്ന് പ്രാക്ടിക്കലായിട്ട് തന്നെ നമ്മുടെ ഈ ഡൗട്ടുകളെല്ലാം നമുക്ക് ഒടുവിൽ നോക്കാം മേനുഷേ. അല്ലെങ്കിൽ ഈ ഫ്ലോ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. ഒരു 8:50 ഒക്കെ 9:50 ആവുമ്പോഴേക്ക് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഡൗട്ടുകൾ ഓരോന്നോരോന്നായിട്ട് ചോദിക്കാം. ആ സമയത്ത് പോസ്റ്റ് ചെയ്യണേ ഒന്നുകൂടി. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. അതല്ലേ നല്ലത്? എല്ലാവരുടെയും ഒപ്പീനിയൻ എന്താ? ഇടയ്ക്ക് ഡൗട്ട് ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് മൊത്തം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് നമുക്ക് നോക്കിയാൽ പോരെ? ഓക്കെ, താങ്ക് യു. അപ്പോ ഈ പബ്ലിക് നോട്ടീസ് എന്നുള്ള ഭാഗത്ത് 2 ലിങ്കുകളാണ് കാണാൻ പറ്റുക. രജിസ്ട്രേഷന് വേണ്ടിയുള്ള ലിങ്കും അതുപോലെ 2024 ഡിസംബറിലെ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് കാണാം. അപ്പോ അതിന് മുൻപായിട്ട്, നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട്, ഈ സ്റ്റെപ്പുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ കാണുന്നുണ്ടോ? ഇന്ത്യ UGC നെറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് മസ്റ്റായിട്ടും നിങ്ങൾ എല്ലാവരും അതൊന്ന് നോക്കണം, ഒരു റൗണ്ട് വായിച്ച് നോക്കണം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ഈ ജേർണിയിൽ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ സ്ക്രീനിൽ കാണിക്കാം. കാണുന്നുണ്ടോ? എല്ലാവർക്കും വിസിബിൾ ആണോ? ഓക്കെ, കുറച്ചൊന്ന് സൂം ചെയ്യാം അല്ലേ? ഓക്കെ, ഞാനെല്ലാം വായിച്ചു തരാം നിങ്ങൾക്ക്. സ്ക്രീനിൽ, മൊബൈലിന്റെ സ്ക്രീനിലൊക്കെ ലെറ്റേഴ്സ് വിസിബിൾ അല്ലെങ്കിലും വറി ചെയ്യേണ്ട. ഓരോ പോയിന്റുകൾ, കീ പോയിന്റുകളെല്ലാം വായിച്ചു തന്നെ പോവാം. നിങ്ങൾ കുറച്ചൊന്ന് ക്ഷമയോടെ കാത്തിരിക്കുക. ഒരുപാട് തെറ്റുകൾ നിങ്ങളെ ഒഴിവാക്കാനായിട്ട് ഇത് വായിക്കുന്നത്, നമ്മളൊരു ഡോക്യുമെന്റ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് വായിച്ചു നോക്കുക എന്നുള്ളത് വളരെ നല്ലൊരു സ്വഭാവം. വിഷനും മിഷനും കാര്യങ്ങളൊക്കെ ആദ്യം പറയുന്നത്, അതൊന്നും നിങ്ങൾ നോക്കേണ്ടതായിട്ടില്ല. ടേബിൾ ഓഫ് കണ്ടന്റിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയേണ്ടത്, ഈ ഇൻട്രൊഡക്ഷൻ പാർട്ട്, അതുപോലെ തന്നെ എക്സാമിനേഷന്റെ സ്കീം, എലിജിബിലിറ്റി, റിസർവേഷൻ, അപ്ലിക്കേഷൻ പ്രോസസ്സ്, 5ാമത് പറയുന്ന ഈ അപ്ലിക്കേഷൻ പ്രോസസ്സ്, കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കണം. ചാപ്റ്റർ 6ഉം 7ഉം ഒന്നും നമുക്ക് ഇപ്പൊ നോക്കേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം, പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. എന്നോടൊപ്പം ഇപ്പൊ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ടും റെഫർ ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ് ആണ്. നമ്മുടെ ഒരുപാട് ഡൗട്ടുകൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ക്ലാരിഫൈഡ് ആവും. ഫീ ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ പ്രൊസീജിയർ എന്താ, അപ്രൂവ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളും അതിന്റെ കോഡുകളും എന്തൊക്കെയാണ്, സിറ്റികൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ സബ്ജക്റ്റുകളുടെ കോഡ് എന്തൊക്കെയാണ്. പല കുട്ടികളും ഇത് വായിക്കാറേ ഇല്ല. അപ്പൊ ഈ സംഭവങ്ങൾ മസ്റ്റായിട്ട് നോക്കണം. എങ്ങനെയാ നോർമലൈസേഷൻ ചെയ്യുക, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ പ്രോസ്പെക്ടസിന്റെ ഭാഗമായിട്ട് അവൈലബിൾ ആണ്. അതുപോലെ PWD കാൻഡിഡേറ്റ്സിനുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻസ്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ നൽകിയിട്ടുണ്ട്. NTA തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഇതേ ഡീറ്റെയിൽസ് നമ്മൾ ആദ്യത്തെ സ്ക്രീനിൽ കണ്ട സംഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെയും കാണാം. ഡേറ്റും ഫീസും ഒക്കെ തന്നിട്ടുണ്ട്. ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന്റെയും OBC NCL കാറ്റഗറിക്കാരുടെയും ഒക്കെ. NCL അല്ലെങ്കിൽ OBC കാറ്റഗറി പെട്ട ആളെയും ജനറൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. നിങ്ങൾ ആ ഒരു ക്രിമി ലെയറിൽ പെടുന്ന ആളാണ്. നോൺ ക്രിമി ലെയർ അല്ലെങ്കിൽ നിങ്ങൾ ജനറൽ ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യപ്പെടുക എന്നുള്ള കാര്യം ഓർക്കുക. പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുമുണ്ട്. നോക്കിയേ, സ്റ്റേറ്റ് ലിസ്റ്റ് OBC കാൻഡിഡേറ്റ്സ് ഹു ആർ നോട്ട് ഇൻ സെൻട്രൽ ലിസ്റ്റ്. ഇത് സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന പരീക്ഷയാണ്. അതുകൊണ്ട് സെൻട്രൽ ലിസ്റ്റിൽ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ജനറൽ അല്ലെങ്കിൽ അൺറിസർവ്ഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യം നോക്കുക. ഇത് കൃത്യമായിട്ട് വായിക്കണം എന്ന് പറയുന്നുണ്ട്. ഓൺലൈൻ മോഡ് മാത്രമേ ഉണ്ടാവൂ എന്ന് പറയുന്നുണ്ട്. ഇമെയിൽ ID-യും മൊബൈൽ നമ്പരും കൃത്യമായിട്ട് നിങ്ങളുടെ തന്നെ കൊടുക്കണം. അതുപോലെ അത് യുണീക്ക് ആവണം. ഒന്നിലധികം സബ്ജക്ട് കോഡുകൾക്ക് അപ്ലൈ ചെയ്യരുത് ഒരു വ്യക്തി ഒരു സൈക്കിളിൽ. പല കുട്ടികളും ചോദിക്കാറുണ്ട്, എനിക്ക് മാനേജ്മെന്റ് കൊമേഴ്സും ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് 2 PG ഉണ്ട് ഒരേ സമയം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്.
ഒരേ സമയം 2 ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് 2 കാൻഡിഡേറ്റ്സും ക്യാൻസൽ ആയി പോവും. നിങ്ങൾക്ക് പരീക്ഷകൾ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? 2 സൈക്കിളുകളിലായിട്ട് നിങ്ങൾക്ക് ഒന്നിലധികം PG ഉണ്ട്, ഒന്നിലധികം സബ്ജക്റ്റിൽ എഴുതാൻ സാധിക്കുമെങ്കിൽ അത് 2 സൈക്കിളിലായിട്ട് അപ്ലൈ ചെയ്യണം. അതുപോലെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കളറോ ബ്ലാക്ക് ആൻഡ് വൈറ്റോ ആവാം. 80% ഫേസ് കവറേജ് ഉണ്ടാവണം. അതുപോലെ വിസിബിൾ ഇൻക്ലൂഡിങ് ഇയേഴ്സ് എഗെയിൻസ്റ്റ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 10 KB-ക്കും 200 KB-ക്കും ഇടയിലുള്ള സൈസാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയൊക്കെ ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. കുറച്ചു പേര് ചോദിക്കും, സാറേ ബ്ലൂ ആയിപ്പോയി, കുഴപ്പമുണ്ടോ? ഞാൻ എന്ത് മറുപടിയാണോ പറയുക? വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഏത് വേണമെന്ന്. വൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലൂ ആണ് ഞാൻ ഇത് ഉപയോഗിച്ചത്, കുഴപ്പമുണ്ടോ എന്ന് എന്നോട് ചോദിക്കും. ഞാൻ എന്താ പറയുക? എനിക്കാണോ കുഴപ്പമുള്ളത്? എനിക്കോ I+നോ ആണോ പ്രശ്നമുള്ളത്? അല്ല. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് കൃത്യമായിട്ട് NTA പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്റെ ചെവി കാണാത്ത പോലെ ഞാൻ ഫോട്ടോ എടുത്തത്, കുഴപ്പമുണ്ടോ? ഞാൻ ധർമ്മസങ്കടത്തിലായി പോകുന്ന ചില സിറ്റുവേഷൻസാ. വിസിബിൾ ആയിട്ടുള്ള ഫോട്ടോ വേണം എന്നാണ് NTA പറയുന്നത്. നിങ്ങൾക്ക് അതിൽ ഫർദർ ആയിട്ട് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? NTA ഹെൽപ്പ് ലൈനിൽ കോൺടാക്ട് ചെയ്യാം. അത് ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു മറുപടി നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ 80% അടുത്ത് ഫേസ് വിസിബിലിറ്റി ഉണ്ടാവും എന്നുള്ള കാര്യവും ഉറപ്പുവരുത്തണം. പേ ചെയ്യാൻ പറ്റുന്നത് SBI, കാനറ, HDFC, ICICI ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകളാണ്. നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഇപ്പൊ എന്താ? ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡിനെക്കാളും ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഏതാ? UPI വെച്ച് നമുക്ക് എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഈ കൺഫർമേഷൻ പേജിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാനും പറയുന്നുണ്ട്. കൃത്യമായിട്ട് എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു കഴിഞ്ഞാൽ കൺഫർമേഷൻ പേജിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാനായിട്ടും നമ്മളുടെ അടുത്ത് പറയുന്നു. ഈ ഇൻഫർമേഷൻ ഒക്കെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാ പറയുന്നത്. നെയിം ഓഫ് കാൻഡിഡേറ്റ്, അഡ്രസ്, കാറ്റഗറി, PWD സ്റ്റാറ്റസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ എന്ത് വേണം? കൃത്യമായിട്ട് എടുത്തു വെക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കൃത്യമായിട്ടാണ് എൻ്റർ ചെയ്യുന്നത് എന്നുള്ള കാര്യവും ഉറപ്പാക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ സന്ദേശ് ആപ്പിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു ആൾട്ടർനേറ്റ് കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. നമ്മുടെ ട്വിറ്ററൊക്കെ പോലെ അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റുകൾ നൽകാൻ വേണ്ടിയിട്ടുള്ളതാ. ഈ പരീക്ഷയുടെ സമയത്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ വലിയ തെറ്റില്ല. എങ്കിൽ പോലും ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് NTAയുടെ സൈറ്റിൽ വരുന്നുണ്ടാവും. അല്ലെങ്കിൽ I+ന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അപ്ഡേറ്റുകളെല്ലാം അതിൽ കൂടെ ലഭിക്കും. വലിയ രസമുള്ളൊരു ആപ്പ് അല്ല, എങ്കിൽ പോലും നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഒരു ആൾട്ടർനേറ്റ് കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്നുള്ള നിലയിൽ ഈ സ്റ്റെപ്പുകൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാൻ സാധിക്കും. ഹാർഡ് കോപ്പി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഡിജി ലോക്കറിലൂടെ ഡോക്യുമെന്റ്സ്, കൺഫർമേഷൻ പേജ് ഒക്കെ എടുത്ത് വെക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കൃത്യമായിട്ട് ഡീറ്റെയിൽസ് കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ്. ഫോട്ടോഗ്രാഫർ സിഗ്നേച്ചറും ഒക്കെ ആ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് വേണം. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഇവിടെ വരുന്നത്. ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ എന്തിനാണ് ഈ പരീക്ഷ നടത്തുന്നത്, എന്തൊക്കെയാണ് ഉദ്ദേശം? ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ള കാര്യം, ഇതിന്റെ മാർക്കിംഗ് എങ്ങനെയാ? നെഗറ്റീവ് മാർക്കിംഗ് വന്നിട്ടുണ്ടോ? നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇപ്പോഴും ഇല്ല. കഴിഞ്ഞ 6 വർഷമായിട്ട് സെയിം സിലബസാണ്. 2019 ജൂണിൽ തുടങ്ങി 2025 ജൂൺ വരെ കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് സിലബസിൽ മാറ്റമില്ല. അതുകൊണ്ട് തന്നെയാ നിങ്ങൾക്ക് ഈ സിലബസിനോടൊപ്പം പഠിക്കേണ്ട എല്ലാ ഏരിയയെ പറ്റിയും 99% ചോദ്യങ്ങൾ ആ ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ടാവും. 99 പോട്ടെ, കുറച്ചുകൂടെ കുറച്ച് 95% ചോദ്യങ്ങളെങ്കിലും ഉണ്ടാവും. പേപ്പർ 1-ന് AIMJRF നമ്മുടെ ഒരു ടെസ്റ്റ് സീരീസ് ഉണ്ട്. വിത്ത് എക്സ്പ്ലനേഷൻ ആണ്, വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സൗകര്യം. ഈ ഒരു ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ റിലയബിൾ സോഴ്സ് ആയിട്ട് അത് എടുക്കാം. 999 മാത്രമെന്ന് തോന്നുന്നു അതിന്റെ ഇപ്പോഴത്തെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫീസാണ്. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ കൂട്ടത്തിൽ വിദ്യാർത്ഥികൾ കാണും, ഒരുപാട് പേര് ഇത് ഫോളോ ചെയ്ത് പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഓൺലൈൻ, ഓഫ്ലൈൻ ക്രാഷ് കോഴ്സുകളും ഉണ്ട്. നിതിൻ സാറോ അല്ലെങ്കിൽ ജ്യോതിഷോ അതിന്റെ ഡീറ്റെയിൽസ് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണേ. നീടുള്ളവർക്ക് അത് നോക്കാം. അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത്, എറണാകുളത്തും വന്ന് പഠിക്കാം. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ലൈവ് ക്ലാസ്സുകൾ അടക്കമുള്ള സപ്പോർട്ട് ലഭിക്കുന്നുണ്ടാവും. ഇവിടെ 3 തരത്തിലുള്ള റിസൾട്ടുകളാണ് നമുക്ക് നെറ്റ് പരീക്ഷ എഴുതിയാൽ കിട്ടാൻ പോകുന്നത്. എന്തൊക്കെയാ?
ഒന്ന് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് കിട്ടാം. അതാണ് ഏറ്റവും കൂടിയ കട്ട് ഓഫ് വരുന്ന കാറ്റഗറി JRF. രണ്ടാമതായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് മാത്രം കിട്ടാം. മൂന്നാമതായിട്ട് PhD അഡ്മിഷനുള്ള എലിജിബിലിറ്റി, അഡ്മിഷൻ ടു PhD ഓൺലി എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കാണുന്നത്. അപ്പോ കഴിഞ്ഞ വർഷം 1% ആളുകൾക്കായിരുന്നു JRF, 5% ആളുകൾക്ക്, ഈ 1%ന് താഴെയുള്ള 5% ആളുകൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനുള്ള എലിജിബിലിറ്റി കിട്ടും. അതിന് താഴെയുള്ള 10% പേർക്ക് എന്ത് റിസൾട്ട് കിട്ടും? അഡ്മിഷൻ ടു PhD ഓൺലി കിട്ടും. ഈ JRFന് ജോയിൻ ചെയ്യാനുള്ള വാലിഡിറ്റി എത്ര വർഷം ഉള്ളത്? ആർക്കെങ്കിലും അറിയാമോ? ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാമോ? ഒരു അനക്കം ഇല്ലേ? നിങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ? 3 വർഷം കേട്ടോ, 3 വർഷമുണ്ട്. പ്രോസ്പെക്ടസിൽ ഇത് താഴേക്ക് അത് പറയുന്നുണ്ട്. 3 years വാലിഡിറ്റി ഉണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനോ ലൈഫ് ലോങ് വാലിഡിറ്റി ഉണ്ട്. ലൈഫ് ലോങ് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പഠിപ്പിക്കാൻ കയറാനുള്ള എലിജിബിലിറ്റി ആയിട്ട് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിക്കാം. PhD ഓൺലി ആണെങ്കിലോ, PhDക്കുള്ള എൻട്രൻസ് ടെസ്റ്റിന് പകരം ഇത് ഉപയോഗിക്കാനാണെങ്കിലോ 1 year വാലിഡിറ്റിയേ ഉള്ളൂ. അപ്പോ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റിയും താഴെ വരുന്നുണ്ട്. PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പൊ നെറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ് ആയിട്ടും പറ്റും. നിങ്ങൾ ഫസ്റ്റ് ഇയർ ആണെങ്കിലും സെക്കൻഡ് ഇയർ ആണെങ്കിലും പറ്റും. പക്ഷേ ഈ PhD ഓൺലി കാറ്റഗറി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഇയർ ആയെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. പിടികിട്ടിയോ പോയിന്റ്? ഫസ്റ്റ് ഇയറിലുള്ള വിദ്യാർത്ഥി PhD ഓൺലി എന്നുള്ള റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് അവർക്ക് പ്രയോജനമില്ല. കാര്യം 1 year അതിന് വാലിഡിറ്റി ഉള്ളൂ. ബാക്കി 2 കാറ്റഗറിയിലും നിങ്ങൾ ഫസ്റ്റ് ഇയർ തന്നെ ആണെങ്കിലും പഠിക്കുന്നത് JRF നെറ്റോ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റും. പ്രൊവൈഡഡ് ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ നെറ്റിന്റെ റിസൾട്ട് വന്ന് 2 yearsനുള്ളിൽ എന്ത് സംഭവിച്ചിരിക്കണം? എന്ത് സംഭവിക്കണം? ഇംപ്രൂവ്മെന്റ് എഴുതിയിട്ടായാലും സപ്ലി കൊണ്ട് ക്ലിയർ ചെയ്തിട്ടാണെങ്കിലും നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് കിട്ടണം. ക്ലിയർ ആണോ ആ പോയിന്റ്? ഫൈനൽ റിസൾട്ട് കിട്ടിയെങ്കിൽ മാത്രമേ, 2 വർഷത്തിനുള്ളിൽ കിട്ടണം, അത്രേ ഉള്ളൂ. അതിന്റെ ഇടയിൽ എന്ത് വേണേലും സംഭവിക്കാൻ കുഴപ്പമില്ല. അതുപോലെ എത്ര ശതമാനം മാർക്ക് വേണം? 55% മാർക്ക് ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്കും, മറ്റുള്ളവർക്ക് ഒരു 5%ന്റെ കൺസിഡറേഷൻ ഉണ്ട്. ഇല്ല, JRFന് മാത്രമാണ് നമുക്ക് പേയ്മെന്റ് കിട്ടുക. ഡൗട്ടുകൾ ലാസ്റ്റ് 10 minutes അല്ലെങ്കിൽ 15 minutes ഡൗട്ട് തീരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ഡിസ്കഷൻ കഴിഞ്ഞാൽ പറയാം. ഇത് നോക്കിയേ, 3 കാര്യങ്ങളെ പറ്റിയും ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് എലിജിബിലിറ്റി ഇതൊരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നോക്കുന്നതായിരിക്കും എളുപ്പം. ഈ ടേബിൾ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കാറ്റഗറി 1 ക്വാളിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ JRFും കിട്ടും, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന്റെ എലിജിബിലിറ്റി ഉണ്ട്, PhD അഡ്മിഷനുള്ള എലിജിബിലിറ്റി ഉണ്ട്. ഇനിയും കാറ്റഗറി 2 ആണെങ്കിലോ JRF ഇല്ല, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പും അഡ്മിഷൻ ടു PhD മാത്രമാണെങ്കിൽ പൈസയൊന്നും കിട്ടത്തില്ല, ഫെലോഷിപ്പ് കിട്ടത്തില്ല. ഫെലോഷിപ്പ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 year നിങ്ങൾ PhDക്കായിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 25 ലക്ഷം രൂപ, 1/4 കോടി രൂപയുടെ അടുത്തുള്ള സ്കോളർഷിപ്പാണ് കിട്ടുന്നത്. ഗവൺമെന്റിന്റെ ചെലവില് ഡോക്ടർ ആവാൻ പറ്റും. 25 lakhs സ്റ്റൈഫൻഡും വാങ്ങിച്ച്. ആദ്യം ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആയിരിക്കും, 2 വർഷം കഴിയുമ്പോൾ അത് SRF ആയിട്ട് മാറും. അഡ്മിഷൻ ടു PhD ഓൺലി ആണെങ്കിൽ PhD അഡ്മിഷനുള്ള എലിജിബിലിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കാറ്റഗറി 2ലും 3ലും കയറിയവർക്ക് 70% വെയിറ്റേജ് ഈ മാർക്കായിരിക്കും. അവർക്ക് സെപ്പറേറ്റ് എൻട്രൻസ് ടെസ്റ്റ് എഴുതണ്ട, വൈവ മാത്രം അറ്റൻഡ് ചെയ്ത് PhDക്കുള്ള അഡ്മിഷന് നേടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ക്ലിയർ ആയോ ഇത്രയും? ഓക്കെ. 1 year മാത്രമേ ഉണ്ടാവുള്ളൂ PhD ഓൺലി വാലിഡിറ്റി എന്നുള്ള കാര്യവും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ആണ് ഇതിന്റെ മാനദണ്ഡം എന്നുള്ള കാര്യം ഓർക്കുക. നിങ്ങൾ 1 വർഷത്തിനുള്ളിൽ PhDക്ക് ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ വീണ്ടും എന്ത് എഴുതണം? അഞ്ചൊന്ന് എക്സിറ്റ് ആയിട്ട് എൻ്റർ ആയിക്കോട്ടോ. സ്ക്രീൻ കാണാത്തവര് നിങ്ങളുടെ സ്ക്രീനിൽ സ്ക്രോൾ ആയി പോയത് കൊണ്ടായിരിക്കും. ബാക്കിയുള്ളവർക്കെല്ലാം കാണുന്നില്ലേ? ഓക്കെ. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് PhD ഓൺലി വിൽ ബി ഡിക്ലെയർഡ് ബൈ റിസൾട്ട് കമ്മിറ്റി എന്ന് പറഞ്ഞെങ്കിലും ലാസ്റ്റ് ഇയർ അത് 10% ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക.
പെർസെന്റൈൽ മാർക്കും നോർമലൈസ്ഡ് മാർക്കും ഒക്കെ നൽകും. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സ്കോളർഷിപ്പുകൾ. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരിടത്ത് ചോദിക്കും NF-OBC, NF-SC, NF-PWDക്കൊക്കെ നിങ്ങളെ കൺസിഡർ ചെയ്യണോ എന്ന്. കൺസിഡർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാ നോ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നോ കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ? ഒരു അഡീഷണൽ സ്കോളർഷിപ്പിലൂടെ നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി അനുസരിച്ച് ജനറൽ കാറ്റഗറിക്കാർക്ക് കിട്ടില്ല, OBC, SC, ST സ്റ്റുഡൻസിനും NF-PWDക്കാർക്കുമാണ്. നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോമിൽ ആ ഒരു കോളം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എന്ത് മറുപടി തന്നെ കൊടുക്കണം? നോ കൊടുക്കണോ, യെസ് കൊടുക്കണോ? മസ്റ്റായിട്ടും യെസ് കൊടുക്കണം. കാര്യം JRF 2 മാർക്കിനോ 4 മാർക്കിനോ ചുരുക്കം മാർക്കുകൾക്ക് നഷ്ടമായി പോകുന്ന റിസർവേഷൻ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ ഗവൺമെന്റ് നൽകുന്ന ഒരു അഡീഷണൽ സ്കോളർഷിപ്പാണ് ഇത്. ക്ലിയർ ആയോ? അതിനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് മിസ്സാണ് JRF എങ്കിൽ അതിൽ എലിജിബിൾ ആയിട്ടുള്ള കുറെ പേരെ മിനിസ്ട്രി തന്നെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് തന്നോളൂ. നിങ്ങളായിട്ട് വേറൊന്നും ചെയ്യണ്ട. യെസ് കൊടുക്കാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഓർക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തതായിട്ട് അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോവാണ്. എക്സാമിനേഷന്റെ സ്കീം എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള സ്ക്രീൻഷോട്ടുകളെല്ലാം നിങ്ങളെ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. ആദ്യം അപേക്ഷയ്ക്ക് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. CBT മോഡിലായിരിക്കും നടത്തുന്നത്. പാറ്റേൺ ഓഫ് എക്സാം 2 പേപ്പറുകളാണ് ഉള്ളത്. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. 3 മണിക്കൂറാണ്, 180 മിനിറ്റ്സ് ആണ്. ഒറ്റ കണ്ടിന്യൂസ് സെഷൻ ആയിട്ടുള്ള 3 മണിക്കൂറായിരിക്കും. 50 ചോദ്യങ്ങൾ പേപ്പർ 1, 100 ചോദ്യങ്ങൾ പേപ്പർ 2. അതുപോലെ സിലബസ് NTA UGC നെറ്റ് ഓൺലൈൻ സിലബസ് ന്യൂ എന്നുള്ള പേജിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ കോപ്പി ഒന്നും നൽകുന്നുണ്ടാവില്ല, കാര്യം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കിട്ടും. സിലബസ് നോക്കണം, അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും കേരളത്തിൽ നിന്നുള്ളവര് സാധാരണ എല്ലാവരും ഇംഗ്ലീഷ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. മാർക്കിംഗ് സ്കീമിനെ പറ്റി പറയുന്നുണ്ട്. 2 മാർക്കാണ്, നെഗറ്റീവ് മാർക്ക് ഇല്ല. ഇനിയും ഒരു ചോദ്യം ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ പോലും ആർക്കേ അതിന്റെ മാർക്ക് കിട്ടുള്ളൂ? ആ ചോദ്യം അറ്റൻഡ് ചെയ്ത കാൻഡിഡേറ്റ്സിന് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ചോദ്യം തെറ്റാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആർക്ക് മാത്രമേ അതിന്റെ സ്കോർ കിട്ടുള്ളൂ? ആ ചോദ്യം അറ്റൻഡ് ചെയ്തവർക്കേ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? എല്ലാ ചോദ്യവും അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യം ഓർക്കുക. അൺആൻസേർഡ്, അൺഅറ്റൻഡഡ് അല്ലെ മാർക്ക് ഫോർ റിവ്യൂ മാത്രം കൊടുത്തു വെച്ചിരിക്കുന്ന ചോദ്യം കിട്ടില്ല. അതുകൊണ്ട് ഫൈനൽ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി അടുത്തതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത്. എന്തൊക്കെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ? മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് ബേസിക് എലിജിബിലിറ്റി. 4 ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ആയ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 55% ആണ് ജനറൽ ആയിട്ടുള്ള കാറ്റഗറിയിലെ ആളുകൾക്ക് വേണ്ടത്. റിസർവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 50%. ഈ പറയുന്ന എല്ലാ റിസർവേഷൻകാർക്കും 50% മതിയായിരിക്കും. റൗണ്ട് അപ്പ് ചെയ്യാൻ പറ്റില്ല, റൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യവും ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാസ്റ്റേഴ്സ് ഡിഗ്രി പെർസ്യൂ ചെയ്യുന്നവർക്കും ഫൈനൽ ഇയറുകാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാമെന്ന് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. മാസ്റ്റേഴ്സ് ഡിഗ്രി എത്ര നാളിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നാ ഇവിടെ നോക്കിയേ. 2 ഇയേഴ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയും. ക്ലിയർ? അതുപോലെ അഡ്മിഷൻ ടു PhD ഓൺലി ആണെങ്കിൽ 1 ഇയർ മാത്രമായിരിക്കും, അല്ലെങ്കിൽ അവര് ഡിസ്ക്വാളിഫൈഡ് ആവും എന്നുള്ള കാര്യവും എടുത്തു പറഞ്ഞിട്ടുണ്ട്. സബ്ജക്ട് വൈസ് കട്ട് ഓഫ് 3rd ജനറലിൽ പെട്ടവർക്ക് ഏറ്റവും ലോവസ്റ്റ് SC ST PWD OBCയിലെ ഏറ്റവും ലോവസ്റ്റ് ആയിരിക്കും. 3rd ജനറലിൽ പെട്ട കാൻഡിഡേറ്റ്സിനുള്ള കട്ട് ഓഫ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതും പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. പലരും അവരവരുടെ PG അല്ലാതെ മറ്റ് PGകളിലൊക്കെ പരീക്ഷ എഴുതാറുണ്ട്. ഓരോ 2 വർഷം എടുക്കും നമ്മൾ റെഗുലർ ആയിട്ടൊരു PG പഠിക്കാനായിട്ടാണെങ്കിൽ. ആ പഠിച്ച സബ്ജക്റ്റില് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നെറ്റ് പരീക്ഷ എഴുതാനും JRFO നെറ്റോ ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യവും ഓർക്കുക.
അപ്പോ അപ്പൻഡിക്സ് 2-ൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിന്റെ പേര് കറക്റ്റ് ആയിട്ട് ഇല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതിൽ നെറ്റ് പരീക്ഷ എഴുതാമെന്നുള്ള കാര്യവും ഓർക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ PG സബ്ജക്റ്റിനനുസരിച്ച് വേണം സെലക്ട് ചെയ്യാൻ. എന്നാൽ ഇപ്പോഴത്തെ പുതിയ 4 വർഷ UG ഡിഗ്രി കോഴ്സുകാർക്ക് മറ്റ് സബ്ജക്റ്റുകളും സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിവിടെ പറയുന്നുണ്ട്. ഇതില് 4 ഇയർ ഡിഗ്രിക്കാർ ആരെങ്കിലും ഉണ്ടോ? വരാനുള്ള സാധ്യതയില്ല. ഇംപ്ലിമെന്റ് ആയി ഇനിയും പരീക്ഷ എഴുതി അവർ ഫൈനൽ ഇയർ ആവാനൊക്കെ ഉള്ള സമയമാവുന്നതേ ഉള്ളൂ. നമുക്കത് സ്കിപ്പ് ചെയ്യാതുകൊണ്ട് 75% ഉണ്ടെങ്കിൽ പരീക്ഷ എഴുതാം. 4 ഇയർ ഡിഗ്രി അവർക്ക് JRF-ഉം PhD-ക്കുള്ള എലിജിബിലിറ്റി ഉണ്ടാവുള്ളൂ. അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ പറ്റില്ല. അസിസ്റ്റന്റ് പ്രൊഫസർ ആവണമെങ്കിൽ എന്ത് വേണം പറഞ്ഞേടോ? ഒന്നുകിൽ PG വേണം, അല്ലെങ്കിൽ PhD ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ ലാസ്റ്റ് സെമ്മില് അപ്ലൈ ചെയ്യാം ഫൈനൽ ഇയർ ആവുമ്പോൾ. ഇവിടെയാണ് അത് പറയുന്നത് കേട്ടോ. ആർ അലൗഡ് ടു അപ്പിയർ ഇൻ എ സബ്ജക്ട്, അത് അപ്പൻഡിക്സ് 2-ൽ കൊടുത്തിട്ടുണ്ട്. ഇൻ വിച്ച് ദേ വാണ്ട് ടു പെർസ്യൂ PhD ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡിസിപ്ലിൻ ഇൻ വിച്ച് ദേ ഹാവ് ഒബ്റ്റെയിൻഡ് ദ 4 ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രി. നമ്മുടെ എഡ്യൂക്കേഷന്റെ സ്ട്രക്ചർ തന്നെ മാറുകയാണ്. 4 ഇയർ ഡിഗ്രി നിങ്ങൾ ഏതെടുത്താലും കുഴപ്പമില്ല. PhD നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രീം ഏതാണോ അതിനനുസരിച്ച് നെറ്റ് എക്സാം എഴുതാം എന്നാണ് പറയുന്നത്. അപ്പൊ അത് പ്രിപ്പറേഷൻ ജേർണി ഒക്കെ ഡിഫിക്കൽട്ട് ആവും, എങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റും എന്നിങ്ങനെയുള്ള കാര്യം പറയുന്നത്. പരീക്ഷയുടെ മറ്റ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് സ്കിപ്പ് ചെയ്യാം. JRF കിട്ടുമെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിരിക്കണം എലിജിബിൾ ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്. വാലിഡിറ്റി പീരീഡ് പറയുന്ന ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മുമ്പ് കുറച്ചു പേരൊക്കെ പറഞ്ഞില്ലേ 2 ഇയർ വാലിഡിറ്റി ഉള്ളെന്ന്. നോക്കിയേ എത്ര ഇയർ വാലിഡിറ്റി ഉണ്ട്. വാലിഡിറ്റി പീരീഡ് ഓഫ് ദി ഓഫർ വിൽ ബി 3 years with effect from the date of issue of JRF award letter. ക്ലിയർ ആയല്ലോ? അതിലും ഇനി ഡൗട്ട് ഇല്ലല്ലോ. 2 ഇയർ അല്ല 3 ഇയർ വാലിഡിറ്റി ഉണ്ടെന്ന് ഒഫീഷ്യൽ ഡോക്യുമെന്റ് നമ്മളോട് പറയുന്നു. ഇനിയും നെറ്റ് പരീക്ഷയുടെ റെലവൻസ് കുറയുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ യുദ്ധം ഉണ്ടായിരുന്നു ഇടയ്ക്ക് അല്ലേ. ഇനിയിപ്പൊ നെറ്റ് ഒന്നും വേണ്ട പറഞ്ഞേക്ക്. നോക്കിയേ, മിനിമം എലിജിബിലിറ്റി കണ്ടീഷൻ ഫോർ ദ റിക്രൂട്ട്മെന്റ് ആൻഡ് അപ്പോയിന്റ്മെന്റ് ഓഫ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ യൂണിവേഴ്സിറ്റി കോളേജസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാ? നെറ്റ് തന്നെ ആയിരിക്കും. ഇനിയും സെറ്റ് പരീക്ഷ മതിയോ എന്ന് കുറച്ചു പേർക്ക് ഡൗട്ട് തോന്നും. അതും ഇടയ്ക്ക് ഒന്ന് ട്രെൻഡിങ് ആയിരുന്നു അല്ലേ. അതും ഇവിടെ പറയുന്നുണ്ട്. സെറ്റ് എങ്ങനാണെങ്കിലേ പറ്റുള്ളൂ, UGC അക്രഡിറ്റ് ചെയ്യണം. നമ്മുടെ കേരള സെറ്റ് ഹയർ സെക്കൻഡറിയിലേക്കുള്ള എലിജിബിലിറ്റി ആണ്. പത്രത്തിലൊക്കെ വാർത്ത വന്നായിരുന്നു തോന്നുന്നു അല്ലെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ലാസ്റ്റ് ഒരു 1 ഇയറിനുള്ളിൽ നടന്ന കാര്യമാണ്. എന്നാൽ ഇത് ആ നെറ്റ് അല്ല, ആ സെറ്റ് അല്ല, തമിഴ്നാട്ടിലൊക്കെ നടക്കുന്ന സ്ലെറ്റ് പോലത്തെ പരീക്ഷ. അതും കുറച്ചു പേര് ചോദിച്ചു, സാർ എങ്ങനെയാണ് ഞാൻ തമിഴ്നാട്ടിൽ പോയി സെറ്റോ സ്ലെറ്റോ എഴുതിയെടുത്താൽ മതിയോ? അതും പറ്റില്ല. അതും കൃത്യമായിട്ട് പറയുന്നുണ്ട്. വായിച്ചു നോക്കിയേ, ഇതെന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ. ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്യുന്നത്, ഇപ്പൊ ഹൈലൈറ്റ് ചെയ്ത ഭാഗം. ഫോർ സെറ്റ് ഹെൽഡ് ഫ്രം 1st June 2002 onwards, the qualified candidates are eligible to apply for the post of assistant professor only in the universities, colleges situated in the state from where they have cleared the set or slet. പിടികിട്ടിയോ? സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തുന്ന സംസ്ഥാനങ്ങളിൽ പോയി നിങ്ങൾ ക്വാളിഫൈ ആയാൽ പോലും, കാര്യം തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്, പരിചയത്തിലുള്ള ആളുകളുണ്ട്. അവിടെ പോയി ആ എക്സാം പാസ്സായി കഴിഞ്ഞാൽ എവിടെ മാത്രമേ അത് വെച്ചിട്ട് ജോലി നേടാൻ പറ്റുള്ളൂ? ആ സ്റ്റേറ്റിൽ മാത്രമേ ജോലി നേടാൻ പറ്റൂ എന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത പോയിന്റ് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ളതാ. ശരിക്കും ഇത് ഡൗട്ടിന്റെ കാര്യമില്ല. നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ സിസ്റ്റം നിങ്ങളെ ഓട്ടോമാറ്റിക് ആയിട്ട് സമ്മതിക്കുകയോ സമ്മതിക്കാതിരിക്കുകയോ ചെയ്യും JRF ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ. അതുപോലെ ഈ എലിജിബിലിറ്റി ഉള്ള 30 വയസ്സിൽ താഴെയുള്ള അല്ലെങ്കിൽ 35 വയസ്സിൽ താഴെയുള്ള എല്ലാവരും മസ്റ്റായിട്ട് JRF-ന് അപ്ലൈ ചെയ്യണം. എനിക്കറിയാവുന്ന ഒന്നിലധികം കേസുകളുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, 10-25 ലക്ഷം രൂപ കൊണ്ട് കളഞ്ഞ ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യും എന്നറിയോ? ഇപ്പൊ ബൈ ഡിഫോൾട്ട് 3 ടിക്ക് ആവും തോന്നുന്നു അപ്ലൈ ചെയ്യുമ്പോൾ. ഇടയ്ക്ക് അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ തന്നെ പോയി എന്തിനൊക്കെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള ടിക്ക് ചെയ്യണം. JRF, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, PhD, ഈ 3 ഓപ്ഷനും നിങ്ങൾ മസ്റ്റായിട്ടും ടിക്ക് ചെയ്യണം. അത് ബൈ ഡിഫോൾട്ട് ടിക്ക് ആയിട്ടാണ് വരുന്നത്. അതിനെ അൺടിക്ക് ചെയ്യരുത്.
ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ഒരു തംസപ്പ് തന്നേക്കണേ ഇത് മനസ്സിലായെങ്കിൽ. നിങ്ങൾക്ക് 30 വയസ്സിൽ താഴെ ആണെങ്കിൽ സിസ്റ്റം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ബൈ ഡിഫോൾട്ട് നിങ്ങളുടെ അടുത്ത് ആ കാര്യം പറയും. നിങ്ങൾക്ക് 30 വയസ്സിൽ താഴെ JRF അപ്ലൈ ചെയ്യാം. ആ ഓപ്ഷൻ അൺടിക്ക് ചെയ്താൽ നിങ്ങൾക്ക് JRF കട്ട് ഓഫ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് JRF കിട്ടുമോ? പിന്നെ നിങ്ങൾ JRF അപ്ലൈ ചെയ്യുന്നില്ല എന്ന് സിസ്റ്റത്തിൽ പറഞ്ഞു, എന്നിട്ട് JRF കട്ട് ഓഫ് നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെ മിസ്സായി പോയ എന്തൊരു ഹൃദയ വേദന ഉണ്ടാക്കുന്ന കാര്യമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പോയി അപ്ലൈ ചെയ്തു, പരീക്ഷയ്ക്ക് തയ്യാറെടുത്തു, പരീക്ഷ എഴുതി, അപ്ലൈ ചെയ്യുമ്പോൾ വരുത്തിയ ഒരു അശ്രദ്ധ കൊണ്ട് ഒരു 25 ലക്ഷം രൂപയുടെ ലോട്ടറി ടിക്കറ്റ് നിങ്ങൾ അടിച്ച ലോട്ടറി കീറിക്കളഞ്ഞെന്ന് പറഞ്ഞാലോ? അതും ഇത് ലോട്ടറി അടിക്കുന്ന പോലെ അല്ല, പണിയെടുത്ത് നിങ്ങൾ 5-6 മാസമോ വർഷങ്ങളോ ഒക്കെ പഠിച്ച് JRF കിട്ടാനുള്ള കട്ട് ഓഫ് ഉണ്ടായിട്ട് ആ ഒരു ടിക്ക് മാർക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞ് സംഭവം ഒന്ന് പോയാലോ? ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ടാണ് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ബോധത്തിൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണം എന്ന് പറയുന്നത്. ഇതുപോലെ കുറെ പിറ്റ്ഫോളുകൾ ഉണ്ട് പിള്ളേർ വരുത്തുന്നത്. ഇനിയും 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. നിങ്ങൾ ജനറൽ കാറ്റഗറി മെയിൽ അല്ലെങ്കിൽ ബാക്കി എല്ലാവർക്കും എത്രയാ JRF കട്ട് ഓഫ്? എത്ര കട്ട് ഓഫ്? 35 വയസ്സ് വരെ നിങ്ങൾക്ക് എഴുതാം. നിങ്ങളുടെ കട്ട് ഓഫ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡേറ്റ് June 1, 2025 ആയിരിക്കും. അത് സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ കണ്ടെത്തിക്കോളും. അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിച്ച് വറി ചെയ്യേണ്ട കേട്ടോ. റിലാക്സേഷൻ ഉള്ളവർക്കെല്ലാം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ബൈ ഡിഫോൾട്ട് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. PhD അഡ്മിഷനും അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനും ഏജ് ലിമിറ്റ് ഇല്ല. ജനറൽ വുമണിന് 35. അതാ ജനറൽ കാറ്റഗറി മെയിൽ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ. വുമൺ എന്ന് പറയുമ്പോൾ ഫീമെയിൽ ആണ്, അവർക്കും 35. ജനറൽ കാറ്റഗറി മെൻ ഒഴിച്ചാൽ ബാക്കി എല്ലാവർക്കും 35 വയസ്സ് വരെയുള്ള റിലാക്സേഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, റിസർവേഷൻസിനെ പറ്റി കൂടി പറഞ്ഞ് ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് അപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോവാം. 15% SC, 7.5% ST, 27% OBC, NCL, അങ്ങനെ ഒരു 49.5% റിസർവേഷൻ ഉണ്ട്. 10% ജനറൽ കാറ്റഗറിയിൽ പെടുന്ന EWS വീക്കർ സെഷൻസിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ 5% ഈ റിസർവേഷൻ ഉള്ള കാറ്റഗറിയിലെ ആളുകളുടെ ഉള്ളിലെ 5% പേരെ PWD റിസർവേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. 40% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡിസബിലിറ്റി ഉണ്ടാവാം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് പ്രോസ്പെക്ടസിൽ നോക്കാനുള്ളത്. മറ്റു കാര്യങ്ങളും കൂടി നിങ്ങൾ വായിച്ചു നോക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് വരിക. അപ്ലൈ ചെയ്യാനായിട്ട് വരുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സിനുള്ള ലോഗിൻ എന്നുള്ള പേജിലേക്ക് പോകും. ന്യൂ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ന്യൂ കാൻഡിഡേറ്റ്സ് രജിസ്റ്റർ ഹിയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ആധാർ ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടുള്ളത് വരും. ആധാർ ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. ഇനി ഡിജി ലോക്കർ വഴിയും മറ്റു ഓപ്ഷനും ഒക്കെ എടുക്കാം. എന്റെ സജഷൻ, ഐ ഹാവ് ആധാർ നമ്പർ ആൻഡ് വിഷ് ടു ക്രിയേറ്റ് മൈ ലോഗിൻ യൂസിങ് ആധാർ നമ്പർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമതൊരു ID പ്രൂഫ് കൂടെ ചോദിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആധാർ അല്ലാത്ത മറ്റൊരു ID കൂടെ ചോദിക്കും. അത് പാനോ ഡ്രൈവിംഗ് ലൈസൻസോ മറ്റെന്തെങ്കിലും ID ആവാം. അതും നിങ്ങൾ കരുതി വെക്കണം എന്നുള്ള കാര്യം ഓർക്കുക. അത് കഴിഞ്ഞാൽ റെഗുലർ പ്രൊസീജിയർ, പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ള ഇവിടൊക്കെ സ്പെല്ലിങ് ശ്രദ്ധിക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആധാറും മറ്റൊരു ID ഉണ്ടാവണം. അതിൽ രണ്ടും നിങ്ങളുടെ പേരും ഇനീഷ്യലും ഒക്കെ തെറ്റില്ലാതെ ഒരുപോലെ ആവണം. ആ പേരും സംഭവങ്ങളും വേണം ഇവിടെ കൊടുക്കാൻ. ഫാദേഴ്സ് നെയിം അല്ലെ ഗാർഡിയൻ നെയിം, മദേഴ്സ് നെയിം അല്ലെ ഗാർഡിയൻ നെയിം, ഇതെല്ലാം മാൻഡേറ്ററി ആണ്. ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ് ഒന്നുകൂടി ടൈപ്പ് ചെയ്യുക, കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. പോസിബിൾ ഇതായിട്ടുള്ളത് കാണിക്കാതെ ജെൻഡർ, മൊബൈൽ നമ്പർ, ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ അഡ്രസ്സ് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, പിൻകോഡ്, ഇതൊക്കെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയതുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കും. അറ്റ്ലീസ്റ്റ് 1 അപ്പർ കേസ് ലെറ്റർ വേണം, A to Z ഉള്ളത്. ലോവർ കേസ് ലെറ്റർ വേണം, ഒരു നമ്പർ വേണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം, അറ്റെന്നോ എക്സ്ക്ലമേഷനോ ഡോളർ സിംബലോ പെർസെന്റേജോ എന്തെങ്കിലും.
മിനിമം 8 ക്യാരക്ടേഴ്സും വേണം. ഇത് ഓർത്തിരിക്കണം. ഇത് കൃത്യമായിട്ട് കൊടുക്കുക. എവിടെയെങ്കിലും എഴുതി വെക്കുക. ആദ്യം കൊടുത്ത പാസ്വേഡ് തന്നെ മറന്നു പോകുന്ന കുറെ ആൾക്കാരുണ്ട്. എഴുതി വെച്ചോ. ബാങ്കിന്റെ പാസ്വേഡ് ഒന്നും അല്ലല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എഴുതി വെക്കുക. നിങ്ങളൊരു പ്രിന്റ് ഔട്ടും എടുക്കുന്നുണ്ടാവുമല്ലോ, അതിന്റെ ബാക്കിൽ തന്നെ എഴുതി വെച്ച ഏറ്റവും സൗകര്യം. ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എടുക്കുക, അതിന്റെ ആൻസർ കൃത്യമായിട്ട് ഇതും നോട്ട് ഡൗൺ ചെയ്യുന്നത് നല്ലതാണ്. ഇൻ കേസ് പാസ്വേഡ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനിൽ ഹെൽപ്ഫുൾ ആവും. അത് കഴിഞ്ഞ് നമ്മളോട് ചോദിക്കും, ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിക്കും. കാൻഡിഡേറ്റ് നെയിമും ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ജെൻഡറും ഡേറ്റ് ഓഫ് ബർത്തും മൊബൈൽ നമ്പറും ഇതെല്ലാം കൊടുത്തോ, കറക്റ്റ് ആണോ, ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു OTP വെരിഫിക്കേഷനോട് കൂടി നമുക്കിത് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ മെയിൽ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാം നോ റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് @mail2ntaonline.in എന്നുള്ളതിൽ ഒരു ഓട്ടോ റെസ്പോൺസ് വരും. ഈ മെയിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് NTA ഹെൽപ്പ് ലൈനിൽ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. കുറച്ച് മണിക്കൂറുകൾ കൊടുക്കുക. ഈ രീതിയിൽ വരും. നിങ്ങളുടെ എൻറോൾമെന്റ് കംപ്ലീറ്റ് ആയി, അപ്ലിക്കേഷൻ ഫോമും പേയ്മെന്റും ഇൻകംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ലിങ്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ഇൻഫർമേഷൻ അതിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ ഓൺലി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ലോഗിൻ ഹിയർ എന്നുള്ളതിൽ June 25 എടുത്ത് ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും സെക്യൂരിറ്റി പിന്നും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പൊ അവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയെന്ന് കാണിക്കും. ആപ്ലിക്കേഷൻ ഫോമും ഫീ പേയ്മെന്റും ഇൻകംപ്ലീറ്റ് എന്ന് കാണിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആപ്ലിക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ഏത് സബ്ജക്ട് കോഡാണ്, അത് 2 തവണ ചോദിച്ചിട്ടുണ്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ പേപ്പറും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ 2 തവണ ചോദിക്കുന്നുണ്ട്. മാസ്റ്റേഴ്സ് ഡിഗ്രി ആണോ, മറ്റേതെങ്കിലും ഓപ്ഷൻ ആണോ, ഏത് സബ്ജക്റ്റ് ആണ്, ഏത് സ്ട്രീം ആണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് സബ്ജക്ട് നെയിം, ഇതൊക്കെ നിങ്ങളുടെ ഡിഗ്രി അല്ലെ PG സർട്ടിഫിക്കറ്റിൽ കാണാൻ പറ്റും. അതുപോലെ എന്തിനൊക്കെ അപ്ലൈ ചെയ്യാം, ഇതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ ഏജ് 30+ ആണെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. അത് ഗ്രേ ആയിട്ട് കിടക്കും, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 3 ഓപ്ഷനും ടിക്ക് മാർക്ക് കൊടുത്ത് സെലക്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. ചോയ്സ് ഏതൊക്കെ സിറ്റികളാണ് പോസിബിൾ ആയിട്ടുള്ളതെന്ന് എടുക്കുക. എല്ലാ ഡിസ്ട്രിക്റ്റുകളും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഫാദേഴ്സ് മദേഴ്സ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഒക്യുപ്പേഷനും ചോദിക്കുന്നുണ്ട്, അതും കൊടുക്കുക. പിന്നീടാണ് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ഇവിടെ 10 KB-ക്കും 300 KB-ക്കും ഇടയിൽ വേണം ഫോട്ടോ. JPG അല്ലെ JPEG ഫോർമാറ്റ് വേണം. സൈൻ ആണെങ്കിൽ 4 GB-ക്കും 4 KB-ക്കും 300 KB-ക്കും ഇടയിലാണ്. ഇതൊക്കെ റീസൈസ് ചെയ്യാൻ പെയിന്റിലൊക്കെ ഇട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അറിയാത്തവരാണെങ്കിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് എടുക്കുക അത് കറക്റ്റ് ചെയ്യാനായിട്ട്. ഇതെല്ലാം കഴിഞ്ഞാൽ എക്സാം ഫീ കാണിക്കും. മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഈ മെനു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോയി ഈ കാര്യങ്ങളൊക്കെ വീണ്ടും കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഫൈനൽ സബ്മിറ്റിന് മുമ്പ് നമുക്ക് രണ്ടാമത്തെ ID കാർഡിന്റെ ലിസ്റ്റിൽ നിന്ന് പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ആയിരുന്നു ഉള്ളത്. അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. എല്ലാം സെലക്ട് ചെയ്താൽ ഒന്നുകൂടി വെരിഫൈ ചെയ്യാനും ഫൈനൽ സബ്മിറ്റിനുള്ള ഓപ്ഷനും കൊടുക്കാനുള്ള അവസരം. ഇത് കഴിഞ്ഞാൽ പേ നൗ വരും. ആ പേയ്മെന്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ. പ്രൂഫിന്റെ ഓപ്ഷൻസ് ഞാൻ ജസ്റ്റ് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. 1 സെക്കൻഡ് വെയിറ്റ് ചെയ്തു. അതുപോലെ നമുക്കൊരു ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്റെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ, നമുക്ക് DAയും മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഒക്കെ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സാർ അതിന്റെ ലിങ്ക് ഒന്ന് കൊടുക്കണേ. നമുക്കിനിയും സ്ട്രാറ്റജികളിലേക്കും ഡൗട്ടുകളിലേക്കും ഒക്കെ പോകുന്നതിന് മുൻപായിട്ട് നമുക്കൊരു ഓപ്പൺ ഹൗസ് പോലെ, യാതൊരു ഫീസും ഇല്ല, എറണാകുളത്തും തിരുവനന്തപുരത്തും ഈ ബുധനും വെള്ളിയും, ഇനി വരുന്ന ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും, ബുധനാഴ്ച തിരുവനന്തപുരവും വെള്ളിയാഴ്ച എറണാകുളത്തും ഒരു ദിവസം നിങ്ങൾക്ക് നേരിട്ട് വരാം, പഠിക്കാം. അതുപോലെ നമ്മൾ വെറൈറ്റി ആയിട്ട് വേറൊരു സംഭവം കൂടി ചെയ്യുന്നുണ്ട്. ഒരു 30 hour ഓഫ്ലൈൻ മാരത്തൺ സെഷൻ ഒരു വീക്കെൻഡില്, ജൂൺ മാസത്തിലെ ആദ്യത്തെ വീക്കെൻഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. അതും ഫ്രീ ആണ്. നിങ്ങൾ ചിലർക്ക് താമസം കണ്ടുപിടിക്കേണ്ടി വരുമായിരിക്കും. തിരുവനന്തപുരത്ത് വെച്ചാണ് നമ്മൾ അത് അറേഞ്ച് ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്യുന്ന കുറച്ചു പേർക്കേ അവസരമുള്ളൂ. അതുകൊണ്ട് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. വരും എന്നുറപ്പുള്ളവർ വേണം രജിസ്റ്റർ ചെയ്യാൻ.
ചിലപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ കൺഫേം ചെയ്യാൻ നിങ്ങളെ വിളിക്കുമ്പോൾ 2 ദിവസത്തെ ഫുഡിന്റെ ചെറിയൊരു ഫീസ് 10, 200, 400 അങ്ങനെ എന്തെങ്കിലും ബേസിക് ഫുഡ് നിങ്ങൾക്ക് തരുന്നുണ്ടാവുള്ളൂ കേട്ടോ. കണക്കൊക്കെ ചെയ്ത് പഠിക്കാനുള്ള ആരോഗ്യം വേണമല്ലോ. അതിനുള്ള ഒരു ചെറിയ ഫുഡിന്റെ പൈസ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. കാര്യം സീരിയസ് ആയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള ആളുകൾ മതിയല്ലോ രജിസ്ട്രേഷൻ എന്നുള്ളത് കൊണ്ട്. അതനുസരിച്ച് നമ്മുടെ സെൻട്രലിലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യാന് രാവിലെ ഒരു 7 മണിക്ക് തുടങ്ങിയ രാത്രി 10 മണി വരെ ഒരു 15 മണിക്കൂർ ഒരു ദിവസം. അത് നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ടും ഗ്രൂപ്പ് ഡിസ്കഷൻസും ഒക്കെ ആയിട്ട് രസകരമായിട്ട് നിങ്ങളെ മോണോട്ടോണസ് ആയിട്ട് ക്ലാസ് എടുത്ത് കൊല്ലാനല്ല, പരീക്ഷയ്ക്ക് മുമ്പ് ഒരു ഗ്രൂപ്പായിട്ട് ഒരു സ്ട്രെസ് റിലീവിങ് സെഷനും സൈക്കോളജിസ്റ്റിനെ അങ്ങനത്തെ ഒരു സെഷൻ കൂടി ഒക്കെ എൻവിഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കളഞ്ഞ് പരീക്ഷയ്ക്കായിട്ടൊന്ന് റെഡിയായി പഠിച്ചു വന്ന കുട്ടികൾക്ക് നമ്മൾ കുറെ നാളായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേര്, ആയിരക്കണക്കിന് പേര് കേരളത്തിലുണ്ടെന്ന് അറിയാം, നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടും ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒരുമിച്ച് വന്നുകൂടി പഠിക്കാനുള്ളൊരു അവസരം കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ സംഭവത്തിലേക്ക് കൂടി ഓൺലൈനിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഓഫ്ലൈൻ കുറച്ചുകൂടെ എഫക്റ്റീവ് ആവുന്നുള്ളത് കൊണ്ടാണ് തിരുവനന്തപുരത്താണ്. ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഇത് ഫില്ല് ചെയ്താൽ മതി, കിട്ടും കേട്ടോ. അപ്പൊ ഇനിയും ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ പറ്റി നമുക്ക് ബേസിക് ആയിട്ട് നോക്കാം. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് പ്ലാൻ ചെയ്യാന്നുള്ളത്. പ്ലാനിങ് ഇല്ലാതെ ഒരു പരിപാടിയും നടക്കത്തില്ല. നിങ്ങൾ പ്ലാനിങ് ഇല്ലാതെ എന്തൊക്കെ സാധനങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ കുളമായിട്ടുണ്ടാവാനല്ലേ സാധ്യത. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഏതൊക്കെ ഡോക്യുമെന്റുകൾ പറ്റും എന്നുള്ള കാര്യം ജസ്റ്റ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ക്രൈബിന്റെ കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലെ, ഒരു കുട്ടി ചോദിച്ചായിരുന്നല്ലോ ഏതൊക്കെ ഡോക്യുമെന്റാ പറ്റുന്നത്. ഈ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന എല്ലാവരും കൃത്യമായിട്ട് ഡോക്യുമെന്റ് ഉണ്ടാവണമെന്ന് എടുത്തു പറയുന്നുണ്ട്. ഇടയ്ക്ക് ഒരു സൈക്കിളില് പരീക്ഷയോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു 2 സൈക്കിൾ മുമ്പായിട്ടായിരുന്നു. പിന്നെ അത് അപ്ലോഡ് ചെയ്യുന്ന ആ പ്രോസസ്സ് ഭയങ്കര പാടായതുകൊണ്ടും ഇന്ത്യക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും വന്നു ആ ഓപ്ഷനെ കളഞ്ഞു. പക്ഷെ നിങ്ങൾ ജോലിക്കോ PhD അഡ്മിഷനോ ആയിട്ട് പോകുമ്പോൾ നിങ്ങൾ ക്ലെയിം ചെയ്ത റിസർവേഷൻ നിങ്ങൾക്ക് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെന്റ് വേണം. എന്റെ ലോജിക്ക് പിടികിട്ടിയോ? ഏതോ ഒരു ഫേമസ് സിനിമയ്ക്കകത്തുണ്ടല്ലോ, ഇന്നസെന്റിന്റെ അടുത്തോ, ഇന്നസെന്റ് അല്ല മാളയാണോ, ആരോടോ ഇങ്ങനെ എന്താ തന്റെ കയ്യിൽ പ്രൂഫ് ഉള്ളതെന്ന് ചോദിക്കുമ്പോ കൈ നീട്ടി ഇങ്ങനെ കാണിക്കും, കണ്ടോ എന്റെ കയ്യിലുണ്ട് രേഖ എന്ന്. അല്ല, പലരുടെ ആറ്റിറ്റ്യൂഡ് അതാ. അവർ ചോദിക്കുന്നത് എന്തിനാ സാറേ രേഖ? നെറ്റ് ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ കിട്ടിയാ പോരെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പോരെ, അങ്ങനെയൊക്കെയാ. അങ്ങനെ മതിയോ? ഇപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുക, എന്റെ കാറ്റഗറി ഇതാ, എന്റെ OBC NCLും EWS ഒക്കെ പ്രത്യേകിച്ച് അത് വേണ്ടത്. കാര്യം അതൊക്കെ വരുമാനത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന റിസർവേഷൻസാ അല്ലേ. അപ്പൊ അത് പ്രൂഫ് നമ്മുടെ അടുത്ത് ഉണ്ടാവണ്ടേ? കൈമുക്കി കാണിച്ചാൽ മതിയോ എന്റെ രേഖ സാറേ നോക്കിക്കോ എന്റെ കയ്യിലുണ്ടെന്ന്? അത് പോരാ. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ റിസർവേഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെന്റ് അത് അപ്ലൈ ചെയ്താൽ 1-2 ആഴ്ചക്കുള്ളിൽ കിട്ടും. അത് ഇല്ലാത്തവര് അത് വാങ്ങി വെക്കുക. സെറ്റ് പരീക്ഷയൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് പറയും ഈ ഡേറ്റ് റേഞ്ചിലുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ആയിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരത്തില്ല. നെറ്റിന് ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ അങ്ങനെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ് ഇല്ല. അതുകൊണ്ട് വെരിഫിക്കേഷൻ ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ജോലിക്കായിട്ട് അല്ലെ PhDക്കായിട്ട് അപ്ലൈ ചെയ്ത് പോകുമ്പോൾ എന്ത് വരും? ഈ സർട്ടിഫിക്കറ്റ് എവിടെയെന്നുള്ള ചോദ്യം വരും. നിങ്ങൾക്ക് എന്തിന്റെ ബേസിലാണ് ഈ റിസർവേഷൻ ഉള്ളതെന്ന് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നത് എന്നുള്ള ചോദ്യം വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഡോക്യുമെന്റ് ഉണ്ടാവണം എന്നുള്ള കാര്യം ഓർക്കുക. നിങ്ങൾക്ക് വേണ്ടത് പാസ്പോർട്ട് അല്ലെങ്കിൽ റേഷൻ കാർഡ്, ആധാർ, വോട്ടേഴ്സ് ID കാർഡ് അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റ് ID എന്നാ പറഞ്ഞിരിക്കുന്നു. പാൻ ഉപയോഗിക്കാം. 1 day ഓഫ്ലൈൻ ക്ലാസ് 10 to 5 വർഷമേ. പാൻ ഉപയോഗിക്കാം. ബാങ്ക് അക്കൗണ്ട് വിത്ത് ഫോട്ടോഗ്രാഫ് ഉപയോഗിക്കാം. പാസ്പോർട്ട്, റേഷൻ കാർഡ്, ആധാർ, വോട്ടേഴ്സ് ID, മറ്റ് ഗവൺമെന്റ് ID. ക്ലിയർ ആയല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. ബാങ്ക് പാസ്ബുക്ക് ഒന്നും വെക്കണ്ട ജംസീന. വേറെ എന്തെങ്കിലും ID നിങ്ങളുടെ കയ്യിൽ ഇല്ലേ? അത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ? ബാങ്ക് പാസ്ബുക്ക് ഒക്കെ പറ്റുന്നേ ഉള്ളൂ, ആ സംഭവം കൊണ്ടുപോകണ്ട. SCക്ക് സ്പെഷ്യൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിട്ടോ?
കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, അതാണ് നിങ്ങൾക്ക് വേണ്ടത്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് SC/ST സ്റ്റുഡൻസിന് വേണ്ടി വരിക. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് പ്ലാനിങ് ആണ്. ഈ ക്ലാസിന്റെ ഒടുവിൽ വരെ നിൽക്കുന്ന സ്റ്റുഡൻസ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള 2 കാറ്റഗറി വിദ്യാർത്ഥികൾ ഉണ്ടാവും. ചിലർക്ക് ഇങ്ങനെ അനലറ്റിക്കൽ ബുദ്ധി ഉണ്ടാവും, ചിലർക്ക് തിയററ്റിക്കൽ ആസ്പെക്ട് പഠിക്കുന്നത് ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പൊ ഈ 2 കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്ന 3 യൂണിറ്റ് കൂടെ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം ഇനിയുള്ള 60 ഡേയ്സ് നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും നോക്കുക, അതിനൊരു അനാലിസിസ് നടത്തുക. നമ്മുടെ ഈ AIMJRF ടെസ്റ്റ് സീരീസ് I+ന്റെ തന്നെ ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്, I+ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് നൽകാം. അത് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ടെസ്റ്റുകൾ അതിലുണ്ട്, ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ അടക്കം. അത് എടുത്തു നോക്കുക. എന്നിട്ട് അതില് ഏറ്റവും സ്കോർ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഈ ടാലി മാർക്ക് വെച്ചിട്ട് നോക്കാൻ പറ്റും. ഒന്നാമത്തെ യൂണിറ്റ് 5 എണ്ണം ശരിയായി, 2 എണ്ണം തെറ്റി, അല്ലെ 3 എണ്ണം ശരിയായി, 2 എണ്ണം തെറ്റിപ്പോയി, 1 എണ്ണേ ശരിയായുള്ളൂ, 4 തെറ്റി. ഈ രീതിയിൽ നിങ്ങൾ നോക്കുക. 10 യൂണിറ്റുകൾ നോക്കുക. ഒരു ദിവസം നിങ്ങൾ പ്ലാനിങ്ങിന് വേണ്ടി എടുത്തു, ഒരു കുഴപ്പമില്ല. ഇതുപോലെ പേപ്പർ 2-നും നിങ്ങളുടേതായിട്ടുള്ള രീതി, നമ്മുടെ കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളില് എല്ലാ ചോദ്യ പേപ്പറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ സിലബസ് അനുസരിച്ച് റീസെന്റ് പാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും, അതിലും പേപ്പർ 2-ലും ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാം. ഇതില് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ തെറ്റിയ 3 യൂണിറ്റ് എടുക്കുക. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ തെറ്റിയ 3 യൂണിറ്റ് എടുത്തിട്ട് അതിന് പഠിക്കാൻ ഈ 60 ദിവസം സമയമുണ്ടെങ്കിൽ അതിനൊരു പകുതി വെയിറ്റേജ് അതിന് കൊടുക്കുക. റിവിഷന് വേണ്ടി ലാസ്റ്റ് ഒരു 10 ഡേ മാറ്റി വെക്കുക, ബാക്കി 50 ദിവസം. അതുപോലെ തന്നെ ഏറ്റവും നന്നായി സ്കോർ ചെയ്ത 3 യൂണിറ്റുകൾ ഉണ്ടാവും. അതിന് നിങ്ങൾ ഒരു 20% ടൈം കൊടുത്താൽ മതി. കാര്യം അത് കാര്യങ്ങൾ അറിയാം, ആ അറിയുന്ന കാര്യങ്ങളെ ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്താൽ. ബാക്കി 30% സമയത്തിൽ എന്ത് ചെയ്യണം, ഇതിന്റെ ഇടയിലുള്ള ഒരു 4 യൂണിറ്റ് ഇല്ലേ, അത് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അത് നിങ്ങളുടെ സ്ട്രെങ്തും അല്ല വീക്ക്നെസ്സും അല്ല എന്നുള്ള സോ എന്നുള്ള യൂണിറ്റുകൾ ഉണ്ടാവുമല്ലോ, കുറെയൊക്കെ അറിയാൻ കുറെയൊന്നും അറിയില്ല, അതും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എടുക്കുക. ഈ രീതിയിൽ നിങ്ങളുടെ വീക്ക് ഏരിയകൾ ഇമ്പ്രൂവ് ചെയ്ത ഉറപ്പായിട്ടും നിങ്ങൾ കുറച്ച് മാർക്കിന്, ഇടയ്ക്ക് ഒരാൾ ചോദിച്ചായിരുന്നല്ലോ 1-2 മാർക്കിനൊക്കെ മിസ്സായി, 1-2 ചോദ്യങ്ങൾക്ക് മിസ്സായി പോയാൽ എന്ത് ചെയ്യണം, ഈ രീതിയിൽ വീക്ക് ഏരിയകൾ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് പരിപാടി. അടുത്തതാണ് ആക്ട്. ഞാനും നിങ്ങളും അടക്കം ഒരുപാട് പേര് പരാജയപ്പെടുന്നത് ഈ ഏരിയയിലാണ്. നമ്മൾ വലിയ വലിയ പ്ലാനുകളൊക്കെ ഉണ്ടായിട്ട് ആക്ട് ചെയ്യാതിരുന്ന ഒരുപാട് ഇൻസിഡൻസ് ഓർമ്മയുണ്ടാവില്ലേ? ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഓർക്കാൻ പറ്റിയ ഒരു അവസരമായത്. ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തിട്ട് ഇപ്പൊ ഏപ്രിൽ 18 ഈ ഒരു 3-3.5 മാസമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തൊക്കെ കൃത്യമായിട്ട് ഞാൻ കൊണ്ടുപോകുന്നു. ചുരുക്കം ആളുകളെ ഉണ്ടാവുള്ളൂ അല്ലേ? സാധാരണ എന്തെങ്കിലും ചോദിച്ചാൽ ഈ മൂലയ്ക്ക് തംസപ്പ് ഒക്കെ വന്ന് പൊട്ടിത്തെറിക്കാറുണ്ട്. ഒരു തംസപ്പ് പോലും കാണുന്നില്ല. കരയുന്ന അഞ്ജനെ കാണുന്നുണ്ട്. ഒരു കരച്ചില് മുകളിലേക്ക് ഉയർന്നു പോയി. അതാരുടെയും കുറ്റമല്ല, പക്ഷെ ഇനി ആക്ട് ചെയ്തേ പറ്റൂ. എന്താ നിങ്ങളുടെ സ്റ്റേക്ക് ഇതിലുള്ളത്? ഇനി ആക്ട് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താ? നിങ്ങളുടെ ഒരു 6 മാസം വേസ്റ്റ് ആയി പോയി, സത്യമല്ലേ? നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ, പഠിച്ചിട്ട് കിട്ടാതിരുന്നോട്ടെ, എന്തെങ്കിലും ആവട്ടെ, പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ഈ 6 മാസം പോകുന്നതോ പരീക്ഷ പാസ്സാവാത്തതോ അല്ല, നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ഒരുപാട് പുറകിലേക്ക് പോകും. സത്യമാണെന്ന് പറയുന്നവർ ഒരു തംസപ്പ് തന്നെ. നമ്മൾ ഒരു തീരുമാനം എടുത്തു, പഠിക്കാൻ തീരുമാനിച്ചു, I+ൽ ഇപ്പൊ കോഴ്സും ജോയിൻ ചെയ്തു എന്ന് വിചാരിച്ചു, നിങ്ങൾ പരീക്ഷയ്ക്കുള്ള ഫീസും അടച്ചു, ഒരുപാട് സമയവും പണവും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് നിങ്ങൾ ഇതിൽ പ്രോപ്പർ ആയിട്ട് ഫോളോ അപ്പ് ഇല്ലെങ്കിൽ ബാക്കി എല്ലാരെയും മാറ്റിവെക്ക്. നമുക്ക് തന്നെ അറിയാമല്ലോ, ഞാൻ ഇതിന് ഇറങ്ങി പുറപ്പെട്ടു, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, നമ്മളോട് വേറെ ആരും ഒന്നും ചോദിക്കുന്നില്ല, നമ്മുടെ പാർട്ട്നേഴ്സോ ലൈഫിലുള്ള വീട്ടുകാരോ കൂട്ടുകാരോ ഒന്നും ചോദിക്കുന്നില്ല. എങ്കിൽ പോലും മെർലിനും ശിവതയ്ക്കും കീർത്തനയ്ക്കും ഒക്കെ കൃത്യമായിട്ട്, രാജേഷിനും ഒക്കെ കൃത്യമായിട്ട് അറിയില്ലേ, ഞാൻ തീരുമാനിച്ചിട്ട് എനിക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമില്ലേ? അതോർത്തെങ്കിലും നിങ്ങൾ പഠിക്കണം, മറ്റാർക്കും വേണ്ടിയല്ല. എന്നാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ പ്ലാൻ ചെയ്ത് അതനുസരിച്ച് ആക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് വളരെ വലുതായിരിക്കുള്ളൂ. അത് ചെയ്ത് നോക്കിയവർക്കേ മനസ്സിലാവുള്ളൂ. അത് ഈ വളവള പറഞ്ഞിട്ട് കാര്യമില്ല, അത് ചെയ്യുന്നവർക്കുള്ളതാ ആ ഒരു അഡ്രിനാലിൻ ബൂസ്റ്റും ആ സന്തോഷവും. കുറെ ഹാപ്പി ഹോർമോണുകളൊക്കെ ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്.
നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഇൻസ്റ്റന്റ് എങ്കിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടാവില്ലേ? ഓർത്ത് നോക്കി, ലൈഫില് വിജയിച്ച ഒന്നും വേണ്ട, നിങ്ങൾ ഈ സെഷൻ മുഴുവൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രി അധികമുള്ള 12 മണി വരെയുള്ള 2 മണിക്കൂർ ഇരുന്ന് ഇന്ന് തന്നെ 2 ഫുൾ ലെങ്ത് ടെസ്റ്റ് ഒക്കെ എടുത്ത് നോക്കി, നിങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷത്തോടെ ഉറങ്ങാൻ പറ്റും. ഞാൻ അതേ ചോദിക്കുന്നു, അടുത്ത 60 ദിവസം ഇന്ന് എനിക്ക് പറ്റുന്നതൊക്കെ ചെയ്തു എന്നുള്ള സന്തോഷത്തോടെ ഉറങ്ങാൻ പറ്റിയാൽ മതി. വേറൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ നല്ല റിസൾട്ടിലേക്ക് എത്തും. നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിലയിൽ പറ്റുന്ന ഏറ്റവും നല്ല നിലയിലേക്ക് നിങ്ങൾ എത്തും. ആ ഒരു ചോദ്യം കിടക്കുന്നതിന് മുമ്പ് ചോദിക്കാൻ നിങ്ങൾ വില്ലിങ് ആണോ? ആണെങ്കിൽ ഒരു തംസപ്പ് തന്നെ. അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടോ ഇതൊക്കെ, സുഖിപ്പിക്കാനുള്ള ചോദ്യങ്ങളല്ല. വേണേ പറയാം എല്ലാവർക്കും കിട്ടും, 60 ദിവസം മതി, ഉറപ്പാ, JRF നെറ്റ് എല്ലാം കിട്ടും എന്ന് പറയും. കിട്ടത്തില്ല. അങ്ങനെ ഉറപ്പാണെങ്കിൽ ഈ 100% ടോപ്പ് 1%-നെയോ 5%-നെയോ ഒക്കെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വല്ല ആവശ്യമുണ്ടോ? എല്ലാവർക്കും കിട്ടുമെങ്കിൽ ആക്ട് ചെയ്യണ്ട, കുറെ പ്ലാൻ ചെയ്താൽ മതി, കുറെ മോട്ടിവേഷൻ കേട്ടാൽ മതി, കുറെ മാരത്തൺ കേട്ടാൽ മതി. ഇനി I+ന്റെ ഓഫ്ലൈൻ മാരത്തണിൽ വന്നാൽ മതി, പോരാ. കൺസിസ്റ്റന്റ് ആയിട്ട് ഏറ്റവും കുറഞ്ഞത് ഇനിയുള്ള 60 ദിവസമെങ്കിലും പഠിക്കണം. പഠിച്ചു തുടങ്ങേണ്ട സമയം ഒരു 3-4 മാസം മുമ്പ് കഴിഞ്ഞു, അത് സാരമില്ല. ഇനി പഠിക്കാൻ പറ്റുമോ? ഇന്ന് തൊട്ട് പഠിക്കാമോ? ഇന്നലെ പഠിക്കണം എന്ന് പറഞ്ഞ് കരയാൻ പറ്റുമോ? ഇനിയും ഇന്നലെ പഠിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഇന്നലെ പഠിക്കാന്നല്ല, ഇന്നലെ സ്നേഹിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മുടെ ലൈഫ് പാർട്ട്നേഴ്സിനെയോ പാരന്റ്സിനെയോ ഒക്കെ കുറച്ചുകൂടെ നന്നായി മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ക്ഷമിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. പൈസ പ്രോപ്പറായിട്ട് സേവ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മുടെ ആഗ്രഹങ്ങൾ നടപ്പാക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഉണ്ടോ? ഒന്നും നമുക്ക് മുമ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. ഇപ്പം പൾസാസ് വേൾഡ് പറയുന്നുണ്ട്, ലാസ്റ്റ് ഇയറിൽ ജോയിൻ ആയതാ, ഇപ്പോഴും പാസ്സാവാൻ പറ്റിയിട്ടില്ല. എത്ര ശതമാനം കോഴ്സ് കംപ്ലീഷൻ ഉണ്ട്? മെയിൽ ID നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ നോക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ ഫോളോ അപ്പിനും എല്ലാം വിളിച്ച് കുട്ടികളെ പരമാവധി ആക്റ്റീവായിട്ട് നിർത്താറുണ്ട്. എങ്കിലും കുറച്ചു പേരുണ്ടാവും ഫോളോ അപ്പ് കോളുകൾ അറ്റൻഡ് ചെയ്യുക പോലും ഇല്ല. അവരിതങ്ങ് മറന്നു. നെറ്റിന് ചേർന്ന കാര്യം മറന്നു പോകുന്ന ഒരു ചുരുക്ക ശതമാനം പേരുണ്ട്. നമ്മളെപ്പോഴും I+ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ 70% എങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എക്സാം പാസ്സാവാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കാം. നിങ്ങളെ ഫ്രീ ആയിട്ട് അടുത്ത 6 മാസം കൂടി പഠിപ്പിക്കാം. ആ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്ന വളരെ ചുരുങ്ങിയ പേരാ ഉള്ളത്. കോഴ്സുകളെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അനഘ ഡിസ്കസ് ചെയ്യാം. ഇതിപ്പം പരീക്ഷയുടെ പ്രിപ്പറേഷൻ ജേണി ആണല്ലോ. നിങ്ങൾക്ക് അതിന്റെ റിന്യൂവലും കാര്യങ്ങളൊക്കെ എന്താണ്, എങ്ങനെയാണ്, ഏത് കോഴ്സിനാണ് എടുത്തതെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ കറക്റ്റായിട്ട് ഈ വന്ന വീഴ്ചകൾ തിരുത്തുക എന്നുള്ളത്, കറക്റ്റ് ചെയ്യാവുന്നത്. പ്ലാൻ ചെയ്യുക, ആക്ട് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. എങ്ങനെയാ കറക്റ്റ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്താ ഐഡിയ തോന്നുന്നു? എങ്ങനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും? നിങ്ങൾ പ്ലാൻ ചെയ്തു, കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു, പഠിച്ചാൽ മാത്രം മതിയോ? മതിയോ? എന്തിയാടെ എല്ലാരും പോയോ? ടെസ്റ്റുകൾ എടുത്ത് നോക്കിയിട്ട് വീക്ക്നെസ്സുകൾ ഐഡന്റിഫൈ ചെയ്യുകയും കറക്റ്റ് ചെയ്യുകയും ചെയ്യണം. അതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികൾ അനലൈസ് ചെയ്യാറില്ല. നമുക്ക് ടോപ്പിക് വൈസും യൂണിറ്റ് വൈസും ഫുൾ ലെങ്ത് ഒക്കെ ടെസ്റ്റ് ഉണ്ടെങ്കിലും അതെടുത്തിട്ട് പ്രോപ്പറായിട്ട് അനാലിസിസ് നടത്താൻ. കാര്യം അതും ഡിസ്കംഫേർട്ടാ. നമുക്ക് കുറെ തെറ്റുകൾ വരുന്നത് കംഫർട്ടബിൾ ആണോ? ചിലരൊക്കെ DI മാത്തമാറ്റിക്കൽ റീസണിങ് ഒക്കെ നമ്മുടെ ഓഫ്ലൈൻ പിള്ളേരും ഓൺലൈൻ കുട്ടികളും അല്ലാത്തവരും ഒക്കെ പറയാറുണ്ട്. എന്താ പറയും, സാറേ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ലെന്ന്. കാര്യം എന്താ? ഫിയർ ഓഫ് കമ്മിറ്റിംഗ് ആൻ എറർ. തെറ്റ് വരുത്തുമെന്നുള്ള പേടി കൊണ്ട് പലരും ആ ഭാഗത്തേക്ക് നോക്കാറ് പോലുമില്ല. അതും ചെയ്യാൻ പാടില്ല. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാല് പഠിച്ചതിൽ പോരായ്മ എല്ലാവർക്കും ഉണ്ടാവും. ആദ്യ റൗണ്ടിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു തീരും എന്ന് കോൺഫിഡൻസ് ഉള്ള എത്ര പേരുണ്ട്? നമുക്ക് എപ്പോഴും തിരുത്താൻ, ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവും. അതിനായിട്ട് എന്ത് ചെയ്യണം? ഒരുപാട് പേര് പറഞ്ഞു, PYQകൾ ചെയ്തു നോക്കണം, അനലൈസ് ചെയ്യണം, അതിനെ ബേസ് ചെയ്ത് കറക്ഷൻസ് വരുത്തണം. പിന്നീടും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഈ സൈക്കിള് റിപ്പീറ്റ് ചെയ്യണം. ഓരോ റൗണ്ട് കഴിയും തോറും നമ്മൾ കൂടുതൽ കൂടുതൽ ഇംപ്രൂവ്ഡ് ആയിട്ട് വരും. ഇനിയും
ഞാനൊരു കാര്യം കൂടി നിങ്ങളോട് കമ്മിറ്റ് ചെയ്തായിരുന്നു. നിങ്ങളിൽ 2 ടൈപ്പ് ലേണേഴ്സ് ഉണ്ടാവും. എനിക്ക് കണക്കുകൾ ഇഷ്ടമാണ്, തിയറി ഭാഗങ്ങൾ പഠിക്കാൻ പാടാം, അങ്ങനെയുള്ളവർ ആരൊക്കെ ഉണ്ട്? ആരുമില്ല? ആ, ശ്വേത, പല്ലവി, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ദേവിക, നിങ്ങൾ. ഓക്കെ. ഇനി കുറച്ച് ആൾക്കാരുണ്ടാവും അവർക്ക് തിയററ്റിക്കൽ ആയിട്ടുള്ള ഏരിയകൾ വായിക്കാൻ ഇഷ്ടമാണ്, മെമ്മറൈസ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ പെട്ടെന്ന് 37x42 ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് പെട്ടുപോകും. അല്ലെങ്കിൽ 113ന്റെ 12% എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട് വരും. അങ്ങനെയുള്ള ആരൊക്കെ ഉണ്ട്? ഒരു തംസപ്പ് തന്നെ. അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് അല്ലെ? ഇനി ഇങ്ങനെ കണക്ക് ഇഷ്ടമുള്ള അനലിറ്റിക്കൽ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകളാ ഏതൊക്കെയാ? 5ാമത്തെ യൂണിറ്റ്, 7ാമത്തെ യൂണിറ്റ്. അതോടൊപ്പം അവർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ICT, അതുപോലെ നമ്മുടെ ഇന്ത്യൻ ലോജിക് ഒക്കെ വരുന്ന ഭാഗങ്ങൾ. ആ ഒരു 5, 6, 7, 8 ഏരിയകളിൽ ഫോക്കസ് ചെയ്യുക. അതിൽ പരമാവധി സ്കോർ ചെയ്യാൻ നോക്കുക. മറ്റേരിയകൾ കളയാനാണോ ഞാൻ പറഞ്ഞത്? ഒരിക്കലും അല്ല. 5, 6, 7, 8 നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഇനിയും തിയററ്റിക്കൽ ആസ്പെക്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിലോ, തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള യൂണിറ്റ് ഏതൊക്കെയായിരിക്കും? 9, 10 യൂണിറ്റുകൾ. ഒരുപാട് ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷനാ. അതും ഹോട്ട്സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്യണം. ജനറിക് ആയിട്ട് പോയി എല്ലാ യൂണിറ്റും അങ്ങ് പഠിക്കുകയല്ല വേണ്ടത്. ആ 9, 10 യൂണിറ്റുകൾ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന ഏരിയകൾ നിങ്ങൾ PYQ പ്രാക്ടീസിലൂടെ കണ്ടെത്തി അത് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ അവിടെ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ലും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റീഡിംഗ് കോംപ്രിഹെൻഷനും കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള ഏരിയകളും നന്നായി സ്കോർ ചെയ്യാം. അപ്പോൾ ആ ഭാഗങ്ങളിൽ ഫോക്കസ് ചെയ്യാം. ക്ലിയർ ആയോ? കാര്യം എല്ലാവർക്കും നിങ്ങൾ മാത്തമാറ്റിക്കൽ റീസണിങ്ങും DIയും പഠിച്ച് അത് ഫുൾ അങ്ങ് സ്കോർ ചെയ്യുന്ന പറയുന്നത് മണ്ടത്തരമെന്ന് ഞാൻ ആദ്യമൊക്കെ പറയുമായിരുന്നു. ഇപ്പം അത് തെറ്റാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം ഓരോരുത്തരുടെയും സ്റ്റഡി പാറ്റേണും അവരുടെ കേപ്പബിലിറ്റികളും വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് ഏതാണോ സ്ട്രോങ് സ്യൂട്ട് ആയിട്ടുള്ളത്, എനിക്ക് രണ്ടും പറ്റത്തില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടുപോയി കേട്ടോ. ഏതെങ്കിലും ഒന്നില് സാധാരണഗതിയിൽ നമ്മൾ മറ്റൊന്നിനേക്കാൾ ബെറ്റർ ആയിരിക്കും. ഞാൻ പറയുന്ന പോയിന്റ് അതാ. എനിക്ക് മാത്സ് മാത്രമേ പഠിക്കാൻ പറ്റൂ, എനിക്ക് തിയറി മാത്രമേ പഠിക്കാൻ പറ്റൂ എന്നുള്ള ആരും കാണത്തില്ല. പക്ഷെ എനിക്ക് ഒന്ന് മറ്റൊന്നിനേക്കാൾ കുറച്ച് കൂടുതൽ നന്നായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഇതാ കൂടുതൽ എന്നുള്ള ആൾക്കാരുണ്ടാവും. അതനുസരിച്ച് ഫോക്കസ് ചെയ്യുന്ന യൂണിറ്റുകൾ അറേഞ്ച് ചെയ്യുക, അതിൽ പരമാവധി സ്കോർ ചെയ്യുകയും മറ്റ് യൂണിറ്റുകളിൽ ഒരു എബോവ് ആവറേജ് അല്ലെങ്കിൽ ആവറേജിന് എബോവ് സ്കോർ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്താൽ മതി. ഞാൻ പറയുന്ന ലോജിക്ക് ഈ 4 യൂണിറ്റുകളിൽ നിന്ന്, നിങ്ങളുടെ സ്ട്രോങ് സ്യൂട്ട് ആയിട്ടുള്ള 4 യൂണിറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 16 ഔട്ട് ഓഫ് 20 സ്കോർ ചെയ്യാൻ പറ്റുകയും മറ്റ് 6 യൂണിറ്റുകളിൽ നിന്ന് നിങ്ങൾ 2 or 3 ചോദ്യങ്ങൾ ശരിയാക്കിയാൽ പോലും 30 ക്വസ്റ്റ്യൻസ് അല്ലേ ഉണ്ടാവുക? 6 × 5 30 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ നിന്ന് ഒരു 20 ക്വസ്റ്റ്യൻസ് ശരിയാക്കാൻ പറ്റിയാൽ പോലും 36ലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴേക്ക്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് എടുക്കാം. മിന്നയുടെ ചോദ്യം തന്നെ നമുക്ക് ആദ്യം നോക്കാം. ഹയർ എഡ്യൂക്കേഷൻ കവർ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാ, അതെങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? മറ്റുള്ളവരുടെ റിപ്ലൈകളും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള റിപ്ലൈസും കൊടുക്കാം കേട്ടോ. പഠിക്കാൻ എളുപ്പമാക്കി തീർന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾക്ക് ഇനിയും തുടങ്ങിയാലും പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഓൺലൈൻ ഓഫ്ലൈൻ ഓപ്ഷൻസ് ഉണ്ട്, കോണ്ടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ക്ലാസ് റൂം മോഡ് കോച്ചിങ്ങും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ലൈഫ് സയൻസ് നമുക്കില്ല, NTA UGC നെറ്റ് ആണ് നമുക്കുള്ളത്. ഹയർ എഡ്യൂക്കേഷൻ DI ആണ് വീക്ക്. കുറെ പേർക്ക് ഹയർ എഡ്യൂക്കേഷൻ DIയും ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ പഠിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടക്കുകയാണ്, ഹോട്ട്സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഒരു 4-5 ചോദ്യ പേപ്പറുകൾ നോക്കുക റീസെന്റ് ഇയേഴ്സിലെ. അതിലെ ഹയർ എഡ്യൂക്കേഷന് ചോദിച്ച 5 ചോദ്യങ്ങളാണ് സാധാരണ ആവറേജ് വരിക. ആ 25 അല്ലെങ്കിൽ 10 ചോദ്യ പേപ്പർ നോക്കി 50 ചോദ്യം കിട്ടും. അതിൽ ചോദിച്ച ഏരിയകൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. കാര്യം ഹയർ എഡ്യൂക്കേഷൻ ഭയങ്കര വാസ്റ്റാ, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റും വളരെ വാസ്റ്റ് ആയിട്ടുള്ളത്.
എന്നാൽ അതിലെ ഹോട്ട്സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഭാഗങ്ങളെങ്കിലും ഭംഗിയായിട്ട് പഠിച്ചു പോവാം. അത് മാത്രം പഠിക്കുക എന്നല്ല, ഇനിയുള്ള 60 ഡേയ്സിൽ നമുക്കത് ചെയ്യാം. അതെ, ആൽഫിയ പറയുന്ന പോലെ. താങ്ക് യു ആൽഫിയ. കാര്യം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള മറുപടികളും ഒരുപാട് പേരെ, കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. ആ കാര്യങ്ങളൊക്കെയാ ഈ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് വൈസ് ആയിട്ടുള്ള പഠനവും കാര്യങ്ങളൊക്കെ ഹെൽപ്ഫുൾ ആവും. DI പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആദിത്യ, നമ്മുടെ ഒരു 8ാം ക്ലാസ് നിലവാരമുള്ള മാത്സും പെർസെന്റേജ്, റേഷ്യോ, ആവറേജ്, അതുപോലെ ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് DIയിൽ 5-ൽ 5ഉം ശരിയാക്കാൻ പറ്റും. ഇനി അതിൽ ഒരു ചോദ്യം ചിലപ്പോൾ കുറച്ച് കൂടുതൽ ടൈം എടുക്കുന്നതായിരിക്കും, ചെയ്യാൻ അറിയാമെങ്കിലും കുറച്ച് സമയം എടുക്കും. അത് സ്കിപ്പ് ചെയ്താൽ പോലും 4 ചോദ്യങ്ങൾ എല്ലാവർക്കും ശരിയാക്കാൻ പറ്റേണ്ടതാണ്. നമുക്ക് DI മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിനായിട്ട് ഒരു കോഴ്സ് ഉണ്ട്. നിതിൻ സാറേ, ജ്യോതിഷ് സാറേ, ആരെങ്കിലും ആ ലിങ്ക് ഒന്ന് ആദിത്യന് കൊടുക്കണേ. അതും 1000 രൂപയെ താഴെ മാത്രം ഫീസ് ഉള്ള ഒരു കോഴ്സാണ്. അത് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ 10-30 സെറ്റ് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും എന്റെ അടുത്ത് തന്നെ ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള അവസരം കിട്ടും. ഓരോ സെറ്റ് ചോദ്യവും വീഡിയോ ക്ലാസ് ആയിട്ട് തന്നെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരു 10-ലധികം സെഷൻസ് വെച്ചിട്ടുണ്ട്. അപ്പോ ആ സെറ്റ് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. I+ൽ ഓൾറെഡി ഉള്ള ആളാണെങ്കിൽ DIക്കായിട്ട് തന്നെ നമ്മുടെ ആ യൂണിറ്റിൽ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡെയിലി വൈകുന്നേരം 5-5 ചോദ്യങ്ങൾ നിങ്ങൾ ഇനിയും പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ക്ലാസ്സുകളുടെ തുടക്കത്തിലേ പറയാറുണ്ട് DI പാരലായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകണം എന്നുള്ളത്. ഇനി തുടങ്ങിയാലും മതി. ഒന്നിടവിട്ടുള്ള ദിവസം പ്രാക്ടീസ് ചെയ്താൽ പോലും ആദ്യത്തിന് 30 സെറ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രം മതി, വേറൊന്നും ചെയ്യണ്ട. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുന്നതും റിസർച്ച് പൊതുവെ കുറെ പേർക്ക് ഡിഫിക്കൽട്ടാന്ന് പറയുന്നതാണ്. ആദ്യം നമ്മുടെ സിലബസിലെ മൊത്തം ഏരിയകളും കവർ ചെയ്യാന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട പാർട്ട്. അതുപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ പോയിന്റുകളും നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ലാത്ത അഡീഷണൽ ആയിട്ടുള്ള ചില പോയിന്റുകളും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ പറയാറുണ്ട്. നമ്മുടെ ലൈവ് സെഷനിലും പേപ്പർ 1ന്റെ കോഴ്സ് എടുത്ത ആളും ആണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾ അല്ലാതെ ടോപ്പിക്കുകളിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളും കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്തൊക്കെയാ ഡൗട്ട് ഉള്ളത്? കുറച്ച് ഡൗട്ടുകൾ ആദ്യം ചോദിച്ചവരുണ്ടായിരുന്നു, അതൊന്നുകൂടി ഒന്ന് കോപ്പി ചെയ്തിടണേ. മറ്റു ഡൗട്ടുകളൊന്നും ഇല്ല എന്ന് കരുതട്ടെ. ഓക്കെ. കഴിഞ്ഞ എക്സാമിന് മുമ്പ് പേപ്പർ 1 15 അവർ മാരത്തൺ അപ്ലോഡ് ചെയ്തിരുന്നു. എനിക്ക് നല്ല ക്ലാരിറ്റി കിട്ടി. നമുക്ക് ഓൺലൈനായിട്ട് ഒരു മാരത്തൺ കൂടി പ്ലാൻ ചെയ്യാം ഈ വർഷവും. പക്ഷെ മാരത്തണെ ഡിപ്പെൻഡ് ചെയ്യരുത്. പഠിക്കുന്നതിനുള്ള ഒരു ആൾട്ടർനേറ്റ് അല്ല മാരത്തൺ. പഠനത്തിന്റെ കൂടെ നമുക്കൊരു അഡീഷണൽ ഹെൽപ്പിനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ്. അത് ഓർമ്മയുണ്ടാവണം. ലാസ്റ്റ് മിനിറ്റ് പഠിച്ചവർക്ക് ഒരു ബൂസ്റ്റപ്പ് എന്നുള്ള നിലയിലെ മാരത്തൺ പ്രയോജനപ്പെടുകയുള്ളൂ. അതും നമുക്ക് അറേഞ്ച് ചെയ്യാം. PG പാസ് ഔട്ടായി, ബട്ട് സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ പെർസെൻറ്റേജ് മാത്രം കൊടുത്താൽ മതിയോ? നമ്മൾ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ വരും. അല്ലെങ്കിൽ പെർസ്യൂയിങ് എന്നുള്ള ഓപ്ഷൻ 25 പാസ് ഔട്ട് ആവും എന്നുള്ള ഇയർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ അതിന്റെ പ്രൊവിഷണലെങ്കിലും ചോദിക്കാം. പേപ്പർ 1 മാത്രമേ JRF ഉള്ളൂ. അതിന് കാരണം ദേവിക, പേപ്പർ 2 നമുക്ക് ഒരു 5 വർഷത്തിനുള്ളിൽ 8-9 പരീക്ഷയെ നടന്നിട്ടുള്ളൂ. കോവിഡ് സമയത്തൊന്നും എല്ലാ സൈക്കിളും ഇല്ലായിരുന്നു. അപ്പൊ അതിലാകെ 8 പരീക്ഷയാണെങ്കിൽ 800 ചോദ്യമേ ഉള്ളൂ. അതൊരു സെപ്പറേറ്റ് കോഴ്സ് ആയിട്ട് വെക്കാനില്ല, നമ്മുടെ കോഴ്സിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. JRF പേപ്പർ 1-നുള്ളതിന്റെ കാര്യം ഒരു 10-50 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ഷിഫ്റ്റിലും വ്യത്യസ്തമായ പേപ്പർ 1 ഉണ്ടാവും. അതുകൊണ്ടാണ് അതിന് JRF ടെസ്റ്റ് സീരീസ് ഉള്ളത്. സബ്ജക്റ്റിനും JRF എയിം ചെയ്ത് തന്നെ നമ്മൾ പഠിക്കുന്ന ആ ടെസ്റ്റ് സീരീസിന്റെ പേരാണ് JRF. നമുക്ക് നെറ്റ് കിട്ടുമ്പോൾ PhD 1 ഇയറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം, വേണം തരിക. മാത്സ് എത്ര വർക്കൗട്ട് ആക്കിയാലും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ചെയ്യാനുള്ള കോൺഫിഡൻസ് വരുന്നില്ല. അത് സ്നേഹ പ്രാക്ടീസ് ഇനിയും കൂട്ടണം എന്നതിന്റെ അർത്ഥം. തനിയെ ചെയ്ത് ശരിയാവണം. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കി പഠിക്കാം. അങ്ങനെ പഠിച്ച ചോദ്യവും തൊട്ടടുത്ത ദിവസം ചെയ്ത് തനിയെ ഉത്തരം കിട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും.
അതെ, പേപ്പർ 1 ജനറൽ ടോപ്പിക്കും പേപ്പർ 2 സബ്ജക്റ്റും ആണ് ആര്യ. രാജേഷ്, ലൈവ് ക്ലാസ് എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും സാർ? ലൈവ് ക്ലാസ്സുകൾ ഓൾറെഡി റണ്ണിങ് ആണ്. 6 months ബാച്ചിന്റെ ലൈവ് ക്ലാസ്സുകൾ ഓൾറെഡി ഉണ്ട്. അതില് നിങ്ങൾക്ക് കോഴ്സ് എടുക്കുകയാണെങ്കിൽ ലൈവ് ഉള്ള ബാച്ച് ആണെങ്കിൽ അത് കിട്ടും. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണോ അപ്ലൈ ചെയ്യുമ്പോൾ? വേണ്ട, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണ്ട. പക്ഷെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. 2 ID പ്രൂഫും എക്സാമിന് കൊണ്ടുപോകണം. നിങ്ങൾ എടുക്കുന്ന ഫോട്ടോയുടെ ഹാർഡ് കോപ്പി കയ്യിൽ ഉണ്ടാവണം. 1 കോപ്പി പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകേണ്ടി വരും. അതാ പരീക്ഷാ ഹാളിൽ ഒരു ലിസ്റ്റ് കൊണ്ടുവരും. അതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഏത് ഫോട്ടോ ആണോ അപ്ലോഡ് ചെയ്തത് അതിന്റെ ഒരു ഹാർഡ് കോപ്പി, ഒന്നല്ല ഒരു 5-6 കോപ്പി കയ്യിൽ വെക്കാനാണ് പ്രോസ്പെക്ടസിൽ പറയുന്നത്. ഒരു 2 കോപ്പി കയ്യിരുന്നുണ്ട്. കയ്യിലുള്ളത് വേണം കൊടുക്കാൻ. ഓക്കെ, മറ്റു ഡൗട്ടുകളൊന്നും ഇല്ല എന്ന് കരുതുന്നു. ഞാൻ പൊക്കോട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ട എല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലൊരു ഓവർവ്യൂ നിങ്ങൾക്ക് നൽകി. ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കാനുള്ള സജഷൻസ് നൽകി. തീർച്ചയായിട്ടും എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പരിശ്രമം എന്നുള്ളത് മാൻഡേറ്ററിയാണ്. സൂപ്പർ മാർക്കറ്റിൽ പൈസ കൊടുക്കുന്ന പോലെ ജയിക്കാനുള്ള, വിജയത്തില് കൊടുക്കേണ്ട കറൻസി എന്ന് പറയുന്നത് നമ്മുടെ ടൈമാണ്. പ്രോപ്പറായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, വിജയിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. പൂർണ്ണമായിട്ട് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അപ്പോ ഗുഡ് നൈറ്റ്, താങ്ക്സ് എവരിവൺ. നമുക്ക് ഈ ഓഫ്ലൈൻ സെഷനുകളിലൊക്കെ നേരിട്ട് കാണാം. നമ്മുടെ ഓൺലൈൻ ലൈവ് മാരത്തണുകളൊക്കെ വരുന്നുണ്ടാവും. അതിലും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക്സ് എവരിവൺ, ഗുഡ് നൈറ്റ്.